2025 പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് മറയൂർ ചാനൽ സംഘടിപ്പിക്കുന്ന വാർഡ് അറിയാം സ്ഥാനാർത്ഥിയെ അറിയാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് മറയൂർ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡായിട്ടുള്ള മേലാടിയിലേക്ക് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിക്കുന്ന ശ്രീ PS ശശികുമാർ അവരുകളാണ്. അദ്ദേഹത്തിന് മറയൂർ ചാനലിന്റെ പേരിലും നിങ്ങൾ ഓരോ പ്രേക്ഷകരുടെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശശിയുടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിട്ട് മറയൂരിൽ ഒരുപാട് നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കാം. എത്ര വർഷമായി ഈ രാഷ്ട്രീയ പ്രവർത്തനം താങ്കൾ ആരംഭിച്ചിട്ട്? എന്നെ സംബന്ധിച്ച് ഞാൻ കാലങ്കരായിട്ട് പാരമ്പര്യമായിട്ട് ഈ മറയൂർ ഗ്രാമത്തിൽ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറി വന്ന് ഇവിടെ ഞങ്ങളുടെ മൂപ്പന്മാരൊക്കെ ഇവിടെ കൃഷിക്ക് അനുയോജ്യമായുള്ള കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കുകയും മറയൂർ തന്നെ രൂപം കൊള്ളാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് മറയൂരാക്കിയത് ഞങ്ങളുടെ കാരണവന്മാർക്കാണ്. മറയൂരിലാണോ ജനിച്ചത്? ഞാൻ ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു 5-6 തലമുറയായിട്ടാണ് ഇവിടെ ഞാൻ കണ്ടത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനിച്ചതല്ല മറയൂർ തന്നെ. മറയൂർ ഗ്രാമത്തിലാണ് താമസം. ഞാനിപ്പോ താമസിക്കും മറയൂർ ഗ്രാമമാണ് നമ്മൾ അതെ. ഇപ്പൊ താമസം മറയൂർ ഗ്രാമത്തിൽ. ഇപ്പൊ താമസിക്കുന്നത് ഞാൻ ടൗണിലാണ് താമസിക്കുന്നത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ പെണ്ണുമ്പോഴുണ്ട്, 2 കുട്ടികളുണ്ട്, അമ്മയുണ്ട്. ഓക്കെ. ഒരു കുടുംബസ്ഥനായിരിക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനായി തുടരുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പണ്ട് കൃഷിക്കാരനായിരുന്നു. കരിമ്പ് കൃഷി, നെൽകൃഷിക്കാരനായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ ഒരു 35 വർഷക്കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ CPIയുടെ യുവജന സംഘടന എന്ന് പറഞ്ഞ AYFൻ്റെ ഇവിടെ പഞ്ചായത്ത് യൂണിറ്റ് സെക്രട്ടറി ആയിട്ട് വരികയും ഇപ്പോൾ പിന്നീട് CPIയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാകും, CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകും, മണ്ഡലം കമ്മിറ്റിയുടെ മെമ്പറാകും, പാർട്ടിയുടെ DC മെമ്പർ വരെ പോയിട്ട് ഇപ്പോൾ ലോക്കൽ സെക്രട്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ കുടുംബപരമായിട്ട് വലിയ വരുമാനമൊന്നും നമുക്കില്ല. പെണ്ണുപിള്ള എന്ന് പറഞ്ഞാൽ അവരൊരു മാവേലി സ്റ്റോർ താൽക്കാലിക ജീവനക്കാരിയായിട്ടാണ് ജോലി ചെയ്യുന്നത്. കുടുംബത്തിലെ പ്രശ്നം തന്നെ, എന്നാലും നമുക്ക് പൊതുപ്രവർത്തനം ചെയ്യണം, ജനങ്ങൾക്ക് നല്ലത് ചെയ്യണം എന്നൊരു ചിന്ത എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. ജീവിച്ചിരിക്കുന്ന കുറച്ച് കാലമെങ്കിലും നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ രാഷ്ട്രീയ ഭവനിലേക്ക് വന്നത്. ഇപ്പോൾ AIYFന്റെ യൂണിറ്റ് തലം തൊട്ട് പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പരിചയമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മറയൂരിൽ ഏകദേശം ഒരു 30 വർഷത്തോളമായിട്ടുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി തുടരാൻ തുടങ്ങിയിട്ട്. ഇത്ര കാലമായിട്ടും മറയൂർ പഞ്ചായത്ത് പിടിക്കാൻ എന്തുകൊണ്ടാണ് LDFന് ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ മറയൂരിലുണ്ട്. മറയൂര് ഒരു പാർട്ടിക്ക് തന്നെ കുത്തക കൊടുക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിങ്ങളുടെ LDF അല്ലെങ്കിൽ CPIയോ CPMോ അങ്ങനെയുള്ള എല്ലാ ഘടകകക്ഷികളും കൂടി ചേർന്നിട്ടുള്ള LDF എന്ന് പറയുന്നത് പലപ്പോഴും ഇവിടെ ഉള്ള പാർട്ടികൾക്ക് മുന്നിൽ, ഇവിടുത്തെ മേൽക്കോയ്മയുള്ള പാർട്ടിക്ക് മുന്നിൽ അടിയറവ് പറയുന്നത്, അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ പോരായ്മയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. കാരണം അറിയാം, മുൻകാലങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, CPMൻ്റെയും അതുപോലെ CPIയുടെ നേതാക്കന്മാർ നമ്മുടെ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വലതുപക്ഷത്തിൻ്റെ നമ്മുടെ നേതാക്കന്മാരെ പലതവണ അടിച്ചമർത്തുകയും പല കേസുകളിലേക്ക് കൊടുക്കുകയും പല വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴത്തെ സംബന്ധിച്ച് ഒരു പരിധിവരെ നമ്മുടെ പ്രസ്ഥാനം വളർന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നും വേണ്ട. പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഭരണം കിട്ടുന്നതായിരുന്നു, നിസ്സാരമായിട്ടുള്ള സീറ്റിൽ പോയതേ ഉള്ളൂ. അതെങ്ങനെ നിസ്സാര സീറ്റ് എന്ന് പറയുന്നത്? കഴിഞ്ഞ വർഷത്തില് പഞ്ചായത്തിൽ എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. LDFന് എത്ര സീറ്റ് കിട്ടിയിരുന്നു? കഴിഞ്ഞ മുന്നത്തെ പ്രാവശ്യം 5 സീറ്റാണ് നിങ്ങൾക്ക് കിട്ടിയത്. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓരോ സീറ്റ് കോൺഗ്രസിന് ഇന്നത് കിട്ടി, LDFന് ഇന്നത് കിട്ടി എന്ന് ലൈവ് കമന്ററി പറയുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞതാണ്,
ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, TV ചാനലിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞതാണ്, ഞങ്ങള് ജയിക്കുവോ, ഇനിയിപ്പോ ഞങ്ങള് മറയൂർ പഞ്ചായത്ത് ഭരിക്കേണ്ടി വരുമോ, ഞങ്ങള് പ്രിപ്പയർഡ് അല്ല, ഇത് അവിചാരിതമായി കയ്യിൽ വന്ന് കിട്ടുന്നതാണ് ഈ 5 സീറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു വാക്ക് എനിക്ക് അദ്ദേഹത്തിന് കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നിയിരുന്നു. കാരണം ഒരു പാർട്ടി ജയിച്ച 5 സീറ്റിലേക്ക് വരികയാണ്, വരുമ്പോ പറയാണ് ഞങ്ങള് പ്രിപ്പയർ ആയിരുന്നില്ല എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വന്നിട്ടുള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ടാണ് അന്ന് ജയിച്ചിട്ടുള്ളത്. പക്ഷെ അത് നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുകയും തൊട്ടടുത്ത് വന്ന ഇലക്ഷനിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ ആ സീറ്റ് ഗണ്യമായി കുറയുകയും ചെയ്തു ഇല്ലേ? കഴിഞ്ഞ തവണത്തെ 2020 ഇലക്ഷനിൽ കോൺഗ്രസ് തലസ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചു വരികയും അതിശക്തമായി അവരെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ഇവിടെ വരികയും ചെയ്തു. നമ്മുടെ ആ ഒരു രാഷ്ട്രീയ കാറ്റ് അടിച്ചത് 2015 ഉണ്ടായിരുന്ന ആ ഒരു LDF ചായ്വ് 2020 വന്നപ്പോ ജനങ്ങളിൽ നിന്ന് മാറിപ്പോയോ? എന്താ അവിടെ സംഭവിച്ചത്? അങ്ങനെയാണെങ്കിൽ ഈ 2025 ഇപ്പൊ കിട്ടിയിട്ടുള്ള 2 സീറ്റ്, ആ 2 സീറ്റ് എന്നുള്ളത് ശേഷം മാറ്റി 15 സീറ്റും കോൺഗ്രസ് കൊണ്ടുപോകാനല്ലേ സാധ്യത? ഇപ്പൊ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ വിശദമായിട്ടുള്ളൊരു ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം. അതായത് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച്, LDFിനെ സംബന്ധിച്ച് നമ്മൾ ഒരു തിരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങളൊന്നുമല്ല. നമ്മൾ വർഷത്തിലെ 365 ദിവസവും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് LDF എന്ന് പറയുന്നത്. മറയൂരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് മറയൂരിലെ LDFിൻ്റെ ഭരണം കിട്ടാത്തത്? അന്ന് 5 സീറ്റ് കിട്ടി, പിന്നീട് കുറഞ്ഞു പോയി എന്ന് പറയാനുള്ള കാരണം, ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും കോൺഗ്രസിന് ഇല്ല. അവർക്കൊരു ചട്ടക്കൂടൊന്നുമില്ല. അവരുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾക്ക് അമിതമായിട്ടുള്ള പൈസ കൊടുക്കുക, അമിതമായിട്ടുള്ള മദ്യം കൊടുക്കുക, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. കോൺഗ്രസ് ആണ് അത് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളും പോലും ആദിവാസി മേഖലയിൽ, അതുപോലെ ഈ മെച്യൂരിറ്റി ഇല്ലാത്ത ജനങ്ങളോടൊക്കെ വേറെ രീതിയിൽ ഞങ്ങളാണ് അതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് തെറ്റായ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇത് പരിധിവരെ ഇവിടുത്തെ ജനങ്ങളും അതൊന്നും ശരിക്കും രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഭരണം പിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ കോൺഗ്രസ്സുകാര് മദ്യം ഒഴുക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം അല്ലെ? ഇലക്ഷൻ സമയങ്ങളിൽ മദ്യവും പണവും, അതായത് വോട്ടേഴ്സിനെ സ്വാധീനിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവിടെ കോൺഗ്രസ് ജയിക്കുന്നത്. രണ്ടാമതായിട്ട് പറഞ്ഞ ആരോപണം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഇവിടെ ഭരണം പിടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് LDF എന്നോ അല്ലെങ്കിൽ CPI CPM എന്നൊക്കെ പറയുന്ന പാർട്ടികളാണ് അടിത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, അതായത് വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ കേരളത്തില് പ്രവർത്തിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മറയൂരിലെ ജനങ്ങളെ വിദ്യാഭ്യാസപരമായിട്ട് ഉദ്ധരിക്കാനായിട്ട് ഇത്രയും വർഷം 30 വർഷത്തോളമായിട്ട് നിങ്ങൾക്ക് സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ജനങ്ങളെ ഒരു വട്ടം പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. ഓരോ തവണയും ഇവിടുത്തെ ആളുകളെ ഇവര് പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ജയിക്കുന്നത് എന്ന് പറയുന്നത് ഒരു അപഹാസ്യമായ ഒരു ഉത്തരല്ലേ? അതായത് കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് മറയൂർ പഞ്ചായത്ത്. മറയൂർ പഞ്ചായത്തിലെ കൂടുതലും ST ആളുകളും SC വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൂടുതലുള്ളൊരു പഞ്ചായത്താണ്. വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, പോയിട്ടില്ല ഇതുവരെ. ഏകദേശം കൂടുതൽ ആളുകളും 10th വരെ പഠിക്കുക, അല്ലെങ്കിൽ +2 വരെ പഠിക്കുക, 8 വരെ പഠിക്കുക, ഇങ്ങനെ പഠിച്ച് പഠനം ഉപേക്ഷിക്കുക. അതിലൊരു രാഷ്ട്രീയ പാർട്ടിക്കൊന്നും ചെയ്യാനില്ലല്ലോ. ചെയ്യാം, അതായത് പഠനം ഉപേക്ഷിക്കുക. അതായത് അവർക്ക് ഒരു മെച്ചൂരിറ്റി ആയിട്ട് ഡിഗ്രി വരെയൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമായിക്കോട്ടെ, പൊതുവായിട്ടുള്ള രാഷ്ട്രീയം ആയിക്കോട്ടെ, അല്ലെ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം തന്നെ അവർ പഠിക്കും. അവരത്രയും പാകത്തിലേക്ക് എത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പഠിക്കും. പക്ഷെ അതിലേക്ക് സാധിച്ചു പോകുന്നില്ല.
വളർന്നിട്ടുണ്ട്. എന്നാലും പണ്ട് കാലങ്ങളെക്കാട്ടിലും കുറച്ചും കൂടി മെച്ചൂരിറ്റി ആയിട്ട് ഈ പറഞ്ഞ ഈ ജനതയെല്ലാം വളർന്നിട്ടുണ്ട്. പക്ഷെ ഇനിയും വളരാനുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. ഇവിടെ കുട്ടികളുടെ ഭാവി തകർക്കുന്ന കുറെ കാര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നു എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. മനസ്സിലായില്ല. കുട്ടികളുടെ ഭാവി, അതായത് വിദ്യാഭ്യാസം ഒന്നും നല്ല രീതിയിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യാതെ, കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാതെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി അതില് ഒരു അപക്വമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതാണ് ഇവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന ഒരു കാര്യം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കോവിൽക്കടവിൽ ഉണ്ടായിരുന്ന ബിവറേജസിന്റെ ആ ഔട്ട്ലെറ്റ് മറയൂർ ടൗണിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സൗകര്യപ്രദമായി, ഇപ്പൊ ഇവിടെ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആരോപിക്കുന്നത് CPM-കാരാണ്, LDF-കാരാണ്, LDF വരട്ടെ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് അവര് ഭരണത്തിൽ കയറി വന്നപ്പോ ഇവിടെ ടൗണില് അവൈലബിലിറ്റി കൂടുതൽ കൊടുത്തു. അതുകൊണ്ട് വാങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടി ഇവിടെയുള്ള ആ പരിസരങ്ങളിൽ വളരെയധികം സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് കാരണമായി. കുട്ടികളടക്കം ഇത് വാങ്ങുന്നതിന് ഉള്ള സാഹചര്യം കൂടി എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിയാണോ? അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ? കോവിൽക്കടവിൽ കിടന്ന ഈ ബിവറേജസിന്റെ ഈ ഔട്ട്ലെറ്റ് മറയൂരിലേക്ക് കൊണ്ടുവന്ന് ഇത്രയും ഒരു ദ്രോഹം ഈ സമൂഹത്തിനോട്, അതായത് ഈ പഞ്ചായത്തിനോട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കോവിൽക്കടവിൽ തന്നെ തുടർന്നാ മതിയായിരുന്നില്ലേ അത്? അല്ല, എന്നെ സംബന്ധിച്ച് ഈ ബിവറേജ് എന്ന് പറഞ്ഞ സാധനം കോവിൽക്കടവിൽ വെക്കുന്നതും തെറ്റാണ്, മറയൂർ ടൗണിൽ വെക്കുന്നതും വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം പ്രകാരം അത് തെറ്റാണ്. എന്നാ പാർട്ടിയോട് അത് പറയാറുന്നില്ല. ഞങ്ങൾക്ക് ഈ ഇപ്പൊ നമ്മൾക്ക് അട്ടപ്പാടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാം, അവിടെ ഒരു നോൺ ആൽക്കഹോളിക് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ട്രിക്റ്റഡ് ഏരിയകൾ കാണാം. അവിടെ നമുക്ക് ആൽക്കഹോൾ കൊണ്ടുപോകുന്നതിനോ അവിടെയുള്ള ആൾക്കാർക്ക് കഴിക്കുന്നതിനോ ഒന്നും പറ്റില്ല. അത് ഹൈ റേഞ്ച് ഏരിയ ആണ്, അതുപോലെ തന്നെ റിസർവ്ഡ് ഏരിയ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയും അതേപോലെയുള്ള വളരെ പാവപ്പെട്ട മനുഷ്യര്, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാർ. ഇവരുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ സർക്കാരിലേക്ക് എത്തട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ബിവറേജസ് നമുക്ക് ആവശ്യമില്ല എന്ന് ചങ്കൂറ്റത്തോടു കൂടി എന്താ ഇവിടുത്തെ പാർട്ടിക്കാർ പറയാതിരുന്നത്? തീർച്ചയായിട്ടും അത് പറയേണ്ടത് തന്നെ, അത് പറയണം. എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം അത് പറയണമെന്നാണ്. പാർട്ടി മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അപ്പൊ ഇത് ആരുടെ ഉദ്ദേശത്തോട് കൂടിയിട്ടാ, ആരാണ് ഈ സാധനം ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുത്തത്? നമ്മുടെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ തിന്മയാണ്. തൊട്ടടുത്ത് പവിത്രമായിട്ട് ഒരു അമ്പലം കിടക്കുന്നു, അതിന്റെ അപ്പുറത്ത് കുറച്ചും കൂടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു പള്ളി നിൽക്കുന്നു, ഇതിന്റെ ഇപ്പുറത്തേക്ക് ഒരു സ്കൂള് നിൽക്കുന്നു. ഈ ഒരു വഴിയിലാണ് ഈ ഒരു സാധനം കൊണ്ടുവച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ നാട്ടിൽ വരുന്ന ടൂറിസ്റ്റിനെ കുടിപ്പിച്ച് സുഖിപ്പിക്കണം എന്ന് പറയുന്നത് അത് ഒരു നന്മയുടെ ഭാഗമാണോ? എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കാം. അതായത് ഇത് തെറ്റാണ്. ഇപ്പോ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മുടെ മറയൂരെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ടൗൺഷിപ്പിലാണ്, അതുപോലെ ഇപ്പോൾ ഒരു സാമ്പത്തികമായിട്ട് പുറകോട്ട് നിൽക്കുന്ന ഒരു പഞ്ചായത്തിലെ കൊണ്ടുവന്ന സാധനം ഇവിടെ വെച്ചത് ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്നെ സംബന്ധിച്ച് അത് ഇത് ഇവിടെ നിന്ന് മാറ്റണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് ഇത് UDF അത് LDF കേരളത്തെ ഭരിച്ചാൽ പോലും ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാരിൻ്റെ വരുമാനത്തിന് വേണ്ടി ഈ പറഞ്ഞ പോലെ ടൂറിസ്റ്റിനെ ആശ്രയിക്കാൻ വേണ്ടിയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ശരിയാണ്. സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, സർക്കാരിന് വിതരിക്കണമെങ്കിൽ വരുമാനം വേണം, അതൊക്കെ ശരിയായാൽ ഇത്രയും കാര്യങ്ങൾ തെറ്റാണ്. അത് ഒരു പരിധിവരെ ഇതിൻ്റെയൊക്കെ എണ്ണം കുറയ്ക്കണം. അതുകൂടെ തന്നെ പുറകോട്ട് നിൽക്കുന്ന സാമ്പത്തികമായിട്ടും അതുപോലെ പുറകോട്ട് നിൽക്കുന്ന ഈ ജനതയുടെ പൈസയും മൊത്തം ചൂണ്ടിക്കാണിച്ചതുപോലെ കൂലിപ്പണിക്ക് പോകുന്ന ആളുടെ പൈസയും പോലും സിവിൽ സപ്ലൈക്കാണ് കൊടുക്കുന്നത്. അതെ, 550 രൂപ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാള് 350 രൂപയ്ക്കാണ് ഇവിടെ നിന്ന് ഒരു ഫുള്ള് മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ ഈ ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ പണിയെടുക്കുന്നതിനുള്ള തീഷ്ണത ഇത് കുടിക്കുന്നതോടുകൂടി ആൾക്കാർക്കില്ല. പലരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു കുപ്പി മേടിച്ച് അങ്ങ് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം. അടിമത്തം, ഇത് ഏറ്റവും കൂടുതൽ അടിമത്തത്തിനെതിരെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് LDF എന്ന് പറയുന്നത്. LDF മീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്ന് പറയുന്നത് തന്നെ ചൂഷണത്തിനെതിരെയും അടിമത്തത്തിനെതിരെയും ശക്തമായി ലോകത്തില് ശബ്ദമുയർത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടി.
വീണ്ടും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിന്റെ വരുമാനം കൂട്ടി അവിടെ വീണ്ടും അവരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾ സന്തോഷിക്കുക, ഞങ്ങൾക്ക് പൈസ തരിക എന്ന് പറയുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ ഭാവമാണോ? തെറ്റാണ്, തെറ്റാണ്. ഇവിടെ ഞാൻ ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പോലീസ് സ്റ്റേഷന്റെ മുമ്പാണ് നമ്മുടെ പാർട്ടി ഓഫീസ്. ഈ സ്റ്റേഷനിലെ പല കേസുകളും മദ്യപിച്ചിട്ട് അടിയും പിടിയും, മദ്യപിച്ചിട്ടാണ് ഒരുപാട് കേസുകൾ ഇവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ക്രൈമുകളില് ഒന്ന് വഴക്കുണ്ടാക്കുന്നത്. ഈ വഴക്കുണ്ടാക്കുന്നതിന്റെ ബേസിക് കാരണം ഇവിടുത്തെ മദ്യപാനം. രണ്ടാമത്തെ ഇവിടെ നടക്കുന്ന മെയിൻ കാര്യങ്ങളിലൊന്നാണ് കൊലപാതകങ്ങൾ വരുന്നത്. ഈ കൊലപാതകം ഇവിടെ തന്നെ 100 വീടിനകത്ത് ഒരു കൊലപാതകം നടന്നത് 1 ഗ്ലാസ് മദ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാളെ തല്ലിക്കൊന്ന് ചാക്കിൽ കെട്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഇതിന്റെ അവൈലബിലിറ്റി ഇവിടെ കൂടിയത് കൊണ്ടല്ലേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇത് അറിഞ്ഞിട്ടും രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന നിങ്ങളെ പോലുള്ള സമർത്ഥരായിട്ടുള്ള നേതാക്കന്മാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ഈ ഒരു സംഭവം സർക്കാർ എത്ര കെട്ടി ഏൽപ്പിച്ചെങ്കിൽ പോലും, ഇപ്പോൾ LDFനെ നിങ്ങൾ മാത്രമല്ല നയിക്കുന്നതെന്ന് നമുക്കറിയാം. ഇതിനകത്ത് ഒരുപാട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റത്തിന്റെ ഭാഗം മാത്രമാണ് നിങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സാധനം വെറുതെ തരികയാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഈ നാടിനെ ഈ ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട്? അതെ, തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും സാധനങ്ങളൊക്കെ ഈ സിവിൽ സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറ്റണം എന്നാണ് എൻ്റെ നിലപാട്. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ LDF എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടി മാത്രമല്ല, അതിനകത്ത് ഉദ്ദേശിക്കുന്ന 7 പാർട്ടികളുള്ളതാണ് LDF. അതുപോലെ UDF അങ്ങനെയുണ്ട്. പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള ആളുകളൊക്കെ ഇതൊക്കെ എതിർക്കേണ്ടതാണ്. പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും എതിർക്കേണ്ടതാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇത് കൂടുതൽ ആളുകളും കൂടുതൽ യുവജനങ്ങളും ഇതിൻ്റെ പുറയിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഭാവിയിലെ യുവജനങ്ങൾക്കും ഇവിടുത്തെ കുടുംബപരമായിട്ടുള്ള ആൾക്ക് ഭയങ്കര ദോഷം തന്നെ. ഈ വരും കാലങ്ങളിൽ ഇതിനെ ഞാൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മേലാടിയില് വോട്ട് കിട്ടി ഏറ്റവും ജനപിന്തുണയോട് കൂടിയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റുന്നതിന് എന്തെങ്കിലും നടപടി താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും? തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് ഈ ഇവിടുത്തെ പിന്നോക്ക മേഖലയുടെ അവസ്ഥ, ഇവിടുത്തെ യുവജനങ്ങളുടെ അവസ്ഥ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനോട് ഞാൻ ആവശ്യപ്പെടുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, മറയൂർ ചാനലും ഇവിടെ തന്നെ ഉണ്ടാവും. 15 വർഷമായിട്ട് നമ്മള് മൂന്നാമത്തെ ഇലക്ഷനാണ് ഇപ്പൊ ഞാനിത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇരുന്ന് പലരും പല ഗീർവാണങ്ങളും പറയാറുണ്ട്. പക്ഷെ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ട ഭാവമോ പരിചയമോ ഒന്നും നടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ്, ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒരു നന്മ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാമോ? കാരണം ഞാനിത് ഇത്രയും എടുത്തു പറയാൻ കാരണം മേലാടി വാർഡില് 2005 TT ജോസഫിനോടൊപ്പം മത്സരിച്ചതാണ് താങ്കൾ. TT ജോസഫ് അന്ന് 221 വോട്ടാണ് നേടിയിട്ടുള്ളത്. 217 വോട്ട് അന്ന് താങ്കൾ നേടിയിട്ടുണ്ട്. വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അന്ന് താങ്കൾക്ക് ആ പഞ്ചായത്ത് മെമ്പർ എന്ന സ്ഥാനം അന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. പിന്നീട് ഇത് CPMന് നല്ല വോട്ടുകളുള്ള ഒരു വാർഡാണ്. അതുകൊണ്ട് തന്നെ CPMലെ ആൾക്കാര് അങ്ങേ വിശ്വസിച്ച്, അല്ലെങ്കിൽ LDFന്റെ അനുഭാവികൾ അങ്ങേ വിശ്വസിച്ച് അവിടെ നിങ്ങളെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്താൽ പ്രധാനമായും ആ വാർഡിന് വേണ്ടി താങ്കൾ ചെയ്യുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? ഇത് നമ്മൾ ഉയർത്തിയ സാധനമാണ് ബീവറേജസിന്റെ കാര്യം, അത് വേണ്ട. അതല്ലാതെ ആ വാർഡിനെ സംബന്ധിച്ച് ആ വാർഡിലെ ജനങ്ങളുടെ പ്രധാന പ്രശ്നങ്ങളായിട്ട് താങ്കൾ ഇത്രയും നാള് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി, അവിടുത്തെ നന്നായിട്ട് അറിയാം, മേലാടി വാർഡിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ആ വാർഡിലെ പ്രധാന പ്രശ്നമായി താങ്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 3 പ്രശ്നങ്ങൾ എന്താണ്? അതിന് താങ്കളുടെ ഭാഗത്തു നിന്ന് താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ കാര്യത്തിന് ഒരു വ്യക്തമായിട്ട് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. ഈ ബിവറേജിന്റെ കാര്യം പറഞ്ഞില്ലേ, ബിവറേജ് പറഞ്ഞാൽ അത് ഇപ്പം ഈയിടെയായിട്ടാണ് വന്നത് മറയൂർ. അപ്പോൾ ഞാൻ അതിനു മുമ്പ് കോൽക്കടവിലായിരുന്നു ആ ബിവറേജ് എന്ന് പറഞ്ഞ സംഭവം. ഇപ്പം മറയൂർ വന്നിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. മാറ്റാന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ജനമുള്ള മേഖലയിൽ സ്ഥാപിക്കരുതെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഏത് സ്ഥലമുള്ളത്? ഔട്ടറിലേക്ക് വെക്കാൻ പറയണം. അങ്ങനെ ഒരു സ്ഥലം
കൂടക്കാടിലേക്ക് മാറ്റാൻ പറ്റുമോ? കൂടക്കാടില്ല. അപ്പൊ പിന്നെ ആരും വാങ്ങില്ലല്ലോ, കൂടക്കാട് വരെ ആർക്കും പോകാൻ പറ്റില്ല. ഔട്ടർ ഭാഗങ്ങളായിരിക്കും, കരിമട്ടിയോ അങ്ങനെ ചില ആൾക്കാര് ജനങ്ങളില്ലാത്ത സ്ഥലത്ത് വെക്കുന്ന രീതിയിൽ. എന്നായിട്ടാ ഒരു നമ്മൾ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ എല്ലാം കേൾക്കത്തില്ല. സർക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരുമാനത്തിന്റെ ഭാഗം പറയും, പലതും പറയും അവര്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വരുമാനം കുറഞ്ഞു പോകുമെന്ന് പറയും. എന്താ പറഞ്ഞാൽ CPI എന്ന് പറഞ്ഞ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊരു ഘടകകക്ഷിയേ ഉള്ളൂ എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു ഔട്ടറിലേക്ക് കൂടി ജനങ്ങൾക്ക് ദോഷമില്ലാതെ. പിന്നെ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ഞാൻ മേലാടിയിലെ 2005 മത്സരിച്ച ശേഷം ഞാൻ 3 വോട്ടിൽ തോറ്റു. അന്ന് ഞാൻ ജയിച്ചതാ. അന്ന് കുറെ വോട്ടുകളൊക്കെ അന്ന് കൗണ്ടിങ് ഒക്കെ ചെയ്തപ്പോൾ എനിക്കന്ന് അപ്പോൾ അത്രയും രാഷ്ട്രീയ ബോധമൊന്നും അന്നില്ല. അന്ന് പാലറ്റ് പേരിൽ ഒപ്പിടുന്ന മറ്റേ സീലടിക്കുന്ന പരിപാടിയാണ്. അന്ന് കൂട്ടത്തിൽ കൗണ്ടിങ് ഉള്ളവർ ശ്രദ്ധിക്കാത്ത കൊണ്ട് ഓപ്പോസിറ്റുമായിട്ടുള്ളവർ നമ്മുടെ കുറെ സീറ്റുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വോട്ടുകൾ നശിപ്പിച്ചു. അവിടെ കൗണ്ടിങ് തന്നെ ചെയ്തതാ. ഞാൻ ഇത് കൺമുൻപ് കണ്ടതാണ്. അങ്ങനെയാണ് ഞാൻ 3 വോട്ടിൽ തോറ്റത്. 6 വോട്ടായിരുന്നു അന്ന് ഇൻവാലിഡ് കാണിച്ചത്. 6 വോട്ടുകളാണ് അന്ന് ഇൻവാലിഡ് വോട്ടായിട്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ തോറ്റതായിട്ട് പോയത്. നിങ്ങൾ പറ, അതിനുശേഷം അന്ന് തോറ്റതിന് ശേഷം മേലാടി ജനങ്ങളായിട്ട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഇത്രയും വോട്ട് ചെയ്തതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണം, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ആഗ്രഹമാണ്. അപ്പം ഞാൻ അവിടെ ഒരു റേഷൻ കട നമ്മുടെ പാർട്ടിയായിട്ട് CPIയുടെ വകുപ്പ് ഭരിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്ന ഒരു റേഷൻ കട നിർമ്മിച്ചു. എന്നാൽ മേലാടിൽ നിന്ന് ആളുകൾ ടൗണിൽ വന്നിട്ട് സാധനങ്ങളൊന്നും മേടിക്കണ്ട, അവിടെ തന്നെ റേഷൻ സാധനങ്ങളൊക്കെ മേടിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് അവിടെ നമ്മൾ റേഷൻ കട സ്ഥാപിച്ചു കൊടുത്തത്. അതുകൂടാതെ അവിടെ നമ്മുടെ ഹൈമാസ് റേറ്റ് പണ്ട് ജോയ്സ് ജോർജ് MP ആയിട്ടുള്ളപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഒരു ഹൈമാസ് റേറ്റ് കൂടി അവിടെ സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ MLA രാജേന്ദ്രൻ്റെ കുറേ ഫണ്ടുകളൊക്കെ മേടിച്ച് അവിടെ കുറേ സ്ഥലങ്ങൾ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കറണ്ടൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തോറ്റത് ശേഷം ഞാൻ ആ വാർഡ് വിട്ടുപോയിട്ടില്ല. ആ ജനങ്ങളുടെ ഒപ്പം തന്നെ ഞാൻ ഉണ്ട്. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മേലാടി മത്സരിക്കാൻ പോയ ശേഷം അവിടെ ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. കുടിവെള്ളം ഇല്ല, വീട്ടിനകത്ത് ടാപ്പ് കണക്ഷൻ ഒന്നുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ മറയൂർ പഞ്ചായത്തില് ജലനിധി പദ്ധതിയുടെ എല്ലാ വാർഡുകളിലും ജലനിധി പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മേലാടി മാത്രം നടപ്പിലാക്കിയിട്ടില്ല. കാരണം അവിടുത്തെ ജനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ? അല്ല, ജനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അത് ചില രാഷ്ട്രീയക്കാര് മേലാടില് ചില അവരുടെ താല്പര്യത്തിന് വേണ്ടി, അവർക്ക് ചില ലാഭം കിട്ടാൻ വേണ്ടി അവര് ആ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വേണ്ടെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരു 16 ലക്ഷം രൂപയുടെ കുടിവെള്ളത്തിന്റെ ഫണ്ട് കിട്ടി. ഈ ഫണ്ട് അവർ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ജലനിധി വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് അവിടെ പൈപ്പ് കണക്ഷൻ എല്ലാം ചെയ്തു. എന്നാൽ അത് ചുമ്മാ ഒരു തട്ടിപ്പ് ഒരു പരിപാടിയായിരുന്നു. ഒരു 6 മാസം കൊണ്ട് ആ പദ്ധതിയെല്ലാം നാശമായി പോയി, തീ കത്തിച്ചു പോയി, അതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം പോയി. അതുകൊണ്ട് അത് പോയതോടുകൂടി ആ ജനങ്ങൾക്ക് ഇപ്പോൾ വരെ ഈ നിമിഷം വരെ കുടിവെള്ളം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പൈപ്പില്ല, നല്ല ടാപ്പില്ല, ശുദ്ധമായ വെള്ളം കിട്ടുന്നില്ല. ചുമ്മാ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറഞ്ഞാൽ കുടിവെള്ള പദ്ധതി അവർക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാ വീടുകളിലെയും ആദ്യമായിട്ട് ടാപ്പ് കണക്ഷൻ എടുത്തു കൊടുക്കുക, പിന്നെ അവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക. എങ്ങനത്തെ വെള്ളം കുടിവെള്ളമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഇപ്പൊ മറയൂരിലെ ഒരു സിസ്റ്റം, അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്, അതിനകത്ത് കുറെ വെള്ളം, തോട്ടിലെ വെള്ളം പിടിച്ചു വെക്കും, അത് ക്ലോറിനേറ്റ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇതേ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാനാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പുതിയ പദ്ധതികളാണോ ഉദ്ദേശിക്കുന്നത്? പുതിയ പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും മറയൂർ പഞ്ചായത്തിൽ ചെയ്യുന്ന ഈ കുടിവെള്ള പദ്ധതി ഇവരൊന്ന് ഫിൽട്ടർ ചെയ്താണ് ഈ വെള്ളം കൊടുക്കുന്നതെന്നാണ് ഇവരെല്ലാം പറയുന്നത്. എന്നാൽ ഫിൽട്ടർ ചെയ്ത് കൊടുക്കുന്ന വെള്ളം, മറയൂരിലെ വെള്ളം കുടിവെള്ളം ഇപ്പൊ കൊടുക്കുന്നൊന്നും ഫിൽട്ടർ ചെയ്തിട്ടല്ല കൊടുക്കുന്നത്, ക്ലോറിനേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഫിൽട്ടർ വാട്ടർ അല്ല മറയൂർ കൊടുക്കുന്നത്. അത് ഭരണകക്ഷി സമ്മതിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മൊത്തം ചെളിയാണ്. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ എന്റെ ടാങ്ക് തുറന്ന് കാണിച്ചാൽ അതിനകത്ത് മൊത്തം ചെളിയും പുള്ളും തീട്ടയും മറ്റേതും പുളുവും എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്.
അപ്പൊ എന്തുകൊണ്ടാ രാഷ്ട്രീയ പാർട്ടികളായി നിങ്ങൾ ഇതിനെതിരെ ഒന്നും പഞ്ചായത്തിനെതിരെ പ്രതികരിക്കുന്നുണ്ടല്ലോ. ഞങ്ങള് പഞ്ചായത്തിന് മുമ്പ് ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്, ഹെൽത്തിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു പരിധി കൂടുതൽ നമുക്ക് അതിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് പറഞ്ഞാൽ ഇതാണ് ആ ഫിൽട്ടർ, ഇതുകൊണ്ട് ഇങ്ങനെ എത്തിച്ചു കൊടുത്താൽ അത് ഇത് ഈ വേസ്റ്റുകളെല്ലാം അടിയിൽ പോകും, മേലി വരുന്നതാണ് ഫിൽട്ടർ എന്നാണ് ഇവര് പറയുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതികൾ പറയുന്നത് അതൊന്നും അത്ര സക്സസ്ഫുൾ ഒന്നുമല്ല. അതിനകത്ത് വരുന്നത് മൊത്തം ചെളിവെള്ളമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മേലാടി കൊടുക്കണമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ ചെളിവെള്ളമില്ലാതെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്ത് ചെളിയോ മറ്റേതെങ്കിലും വരാത്ത രീതിയിലുള്ള ജലജീവൻ മിഷൻ എന്താണ്? ഇപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി, ഇവിടെ 86 കോടി രൂപയ്ക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു പദ്ധതി. അതെന്തുകൊണ്ടാ ജനങ്ങളിലേക്ക് ഇതുവരെയുമായിട്ട് എത്താതിരിക്കുന്നത്? ഇനി അത് എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജലജീവൻ മിഷന്റെ പദ്ധതിയാണ്, കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ള പദ്ധതിയാണ് നമ്മളവിടെ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം സർക്കാരുകൾ ഏതായാലും ജനങ്ങൾക്ക് ആവശ്യം അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇതിപ്പോ കേന്ദ്ര സർക്കാർ കൊടുത്താലും ശരി, സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്താലും ശരി, ജില്ലാ ഭരണകൂടം കൊടുത്താലും ലോക്കൽ പഞ്ചായത്ത് കൊടുത്താലും ജനങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം അത് ആര് തന്നാലും ജനങ്ങൾ വേണ്ടാന്ന് പറയില്ല. ഇവിടെ കിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആരെങ്കിലും പറയോ വേണ്ട എന്ന് പറയോ? നമ്മൾക്ക് കഴിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്ത അരിയാണെങ്കിൽ പോലും അത് മേടിച്ച് കോഴിക്ക് കൊടുക്കാം എന്ന ധാരണയോട് കൂടിയെങ്കിലും ആ സാധനം മേടിച്ചു വെക്കും. ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുക എന്ന് പറയുന്നത് ഓരോ പൗരന്റെയും സന്തോഷമാണത്. അപ്പോ വെള്ളം നിങ്ങൾ കൊടുക്കുന്നത് നല്ല വെള്ളം കൊടുക്കുക. അത് ഏത് സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമാണെങ്കിലും മനുഷ്യന്റെ അടിസ്ഥാനപരമായി ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. ഈ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട്, പാർപ്പിടം മുട്ടിച്ചുകൊണ്ട്, അന്നം മുട്ടിച്ചുകൊണ്ട് ഒരു പരിപാടിയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ചെയ്യരുത് എന്നാണ് മറയൂർ ചാനലിന്റെ ഒരു അഭ്യർത്ഥന. അത് നിങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ ചെയ്തു കൊടുക്കുമോ? തീർച്ചയായിട്ടും. അതായത് എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നായാലും ഞാൻ ജനപ്രതിനിധിയായ ഞാൻ രാഷ്ട്രീയം നോക്കത്തില്ല. ഞാൻ ഇപ്പോഴും രാഷ്ട്രീയം നോക്കാത്ത ഒരു വ്യക്തി തന്നെ. രണ്ടാമതായി നിങ്ങൾക്ക് എന്താ ഒരു പ്രശ്നം ആ പഞ്ചായത്തിൽ പറയാനായിട്ട് പറ്റും? പഞ്ചായത്തിലല്ല, ആ വാർഡിലെ മറ്റൊരു പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം നിങ്ങൾ പറഞ്ഞു കുടിവെള്ളമാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താ അവിടുത്തെ? രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഞാനിപ്പോ വോട്ട് ചോദിച്ചാൽ പോയപ്പോ പല സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊന്നുമില്ല. കോൺക്രീറ്റിന്റെ റോഡുകൾ എത്തിക്കാൻ പാലപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മഞ്ഞപ്പട്ടി പോകുന്നത്. ഉഷ ഹെൻറി കഴിഞ്ഞ സമയത്ത്, കഴിഞ്ഞ ടേമില് 2020-25 ആ ടേമില് നല്ല റോഡൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞാലും അവര് ചെയ്തിട്ടുണ്ട്. എന്നാലും ചെയ്യാത്ത ഒരുപാട് സ്ഥലങ്ങളുമുണ്ട്. അവിടെ ആൾതാമസം ഉണ്ടോ? ആൾതാമസം ഉണ്ടല്ലോ. ഈ പാലപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏകദേശം 10, 20, 25, 30 കുടുംബങ്ങളുണ്ട് അവിടെ. അവർക്ക് ഇപ്പോഴും അപ്പൊ അവരവരുടെ ഗ്രാമസഭയിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ലേ? ഉന്നയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പഞ്ചായത്ത് ഇത് കൊടുത്തില്ല? അതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് സാധാരണ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഗ്രാമസഭ കൂടുന്ന സമയത്താണല്ലോ ജനങ്ങൾ ഈ ആവശ്യം പറയാ, ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഒരു വഴി വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വഴിവിളക്ക് വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വീട് ഒന്ന് പൊളിച്ചു പണിയുന്നതിനുള്ളത് വേണം. ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ ഗ്രാമസഭ. തീർച്ചയായിട്ടും. ഈ ഗ്രാമസഭയിൽ ഈ ജനങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടില്ലേ? ആവശ്യപ്പെട്ട് കാണുമായിരിക്കും. പക്ഷെ ഞാനിപ്പോ പോയപ്പോ ഞാൻ ഓട്ടോ ചോദിക്കാൻ പല മേഖലയിലേക്ക് പോയപ്പോ പല സ്ഥലങ്ങളിലേക്കും റോഡുകളും ഇടവഴികളും. ഇതാണ് പ്രശ്നം നമ്മുടെ. അതായത് വോട്ട് ചോദിക്കാൻ പോകുമ്പോഴാണ് അവിടെ ജനങ്ങൾക്ക് ഇത്രയും പ്രശ്നമുണ്ട് എന്ന് പല രാഷ്ട്രീയക്കാരും, ഞാൻ നിങ്ങളെ മാത്രം കുറ്റം പറയല്ല, എല്ലാ രാഷ്ട്രീയക്കാരും ഇപ്പോ ഒന്ന് വോട്ട് ചെയ്യോ എന്ന് ചോദിക്കാൻ വേണ്ടി പോകും. പിന്നെ ഇനി ഇവരെയൊക്കെ കാണണമെങ്കിൽ 5 വർഷം കഴിയണം. അപ്പോ ഇത് ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആണെങ്കിൽ ഈ ഗ്രാമസഭകളിലൊക്കെ ഭരണപക്ഷം എന്ത് പറയുമ്പോഴും അത് അങ്ങനെ തന്നെ വിഴുങ്ങാതെ പ്രതിപക്ഷം അവിടെ ശക്തമായിട്ട് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അപകടം ജനങ്ങൾക്ക് സംഭവിക്കില്ല. നമ്മുടെ ജനങ്ങളെല്ലാം അവരുടേതായിട്ടുള്ള അന്നു വേണ്ടിയുള്ള ആഹാരത്തിന് വേണ്ടിയും അവരുടെ കുടുംബം കെട്ടിപ്പടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രാരാബ്ദത്തിന്റെ ഓട്ടത്തിലാണ്. അവിടെ ഗ്രാമസഭ കൂടിയോ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടേ അവിടെ പോയിരിക്കാം എന്നുള്ളതല്ലാതെ ഇതിനെ കുറിച്ചിട്ടൊന്നും വെൽ ബോധേഡ് ഒന്നും അല്ല ആരും. അപ്പോ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി നിൽക്കുന്ന ആളുകൾ വേണം ജനങ്ങളെ ഇന്ന സൗകര്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് ആവശ്യപ്പെടണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ് പ്രതിപക്ഷത്ത് നിൽക്കേണ്ട ആൾക്കാർ. അതായത്
ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഭരണപക്ഷണം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ നേതാക്കന്മാരും അവർക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അവർക്ക് MLA ഇല്ല. MLA എന്ന് പറഞ്ഞാൽ LDFിൻ്റെ MLA ആണ്. പിന്നെ അവർക്ക് MP ഉണ്ട്. പിന്നെ അവർക്ക് കേരളത്തിൽ ഭരണമില്ല, കേന്ദ്രത്തിലും ഭരണമില്ല. അതുപോലെ കോളൂട്ടിയിൽ നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഒരു ഭരണസമിതിയുടെ പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, അതായത് അതിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ കുറച്ചുകൂടി മെച്യൂരിറ്റി ആയിട്ട് വീണു. പണ്ട് അത് കേന്ദ്രം തന്നാലും അത് LDF തന്നാലും BJP തന്നാലും അത് മേടിച്ച് ജനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് വികസനം ചെയ്യണമെന്ന് വേണ്ടിയുള്ള ഒരു മനസ്സുണ്ടാകും. ആരായാലും അത് ഉണ്ടാകും. ഇത് പലപ്പോഴും ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് ഈ പഞ്ചായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നില്ല. ഈ പഞ്ചായത്തിൽ മറയൂരിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകുന്നില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാണെന്നറിയും, അവർക്ക് അതും വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ LDFിനെ കുറ്റം പറയണം. LDF ഇവിടെ ഫണ്ട് തരുന്നില്ല, MLA ഫണ്ട് തരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളോട് തെറ്റായ മെസ്സേജ് കൊടുക്കുക എന്നാണ് അവർ ചെയ്യുന്നത്. ഇത് പറയാൻ കാരണം എന്നറിയും, നമ്മുടെ മറയൂർ പഞ്ചായത്തിൽ ഗ്രൗണ്ടുണ്ട്, പിള്ളേർക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടൊന്നുമല്ല, അത് സർക്കാരിൻ്റെ റവന്യൂ വകുപ്പിൻ്റെ ഭൂമിയാണ്. ആ ഭൂമിയെ നമുക്ക് പഞ്ചായത്തിലേക്ക് പിടിച്ചെടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം സർവകക്ഷിയെല്ലാം വിളിച്ച് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ മിനിസ്റ്ററെ കാണണം, റവന്യൂ മന്ത്രിയെ കാണണം. അത് CPIയുടെ മന്ത്രിയാണ്, രാജൻ സാർ. അപ്പോൾ LDFിൻ്റെ ഭരണമാണ്. നമുക്ക് അവിടെ പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഓർഡർ മേടിച്ച് നമുക്കിത് സർക്കാരിലേക്ക് പഞ്ചായത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൽ നമ്മളെല്ലാം സർവകക്ഷിയെ പിടിച്ച് സംസാരിച്ച് തീരുമാനം ഉണ്ടാക്കി മിനിസ്റ്റർ കാണാൻ വേണ്ടി പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചു. പിന്നെ ഇവർ കളക്ടർ വരെ ഇപ്പോൾ കണ്ടു. ഞാൻ പറഞ്ഞു, കളക്ടറെ കണ്ടിട്ട് കാര്യമില്ല, നിങ്ങൾ വാ, നമുക്ക് മുഖ്യമന്ത്രിയും കാണാം, റവന്യൂ മന്ത്രിയും കാണാം, കണ്ടിട്ട് നമുക്ക് ഈ പഞ്ചായത്തിലേക്ക് ഈ ഗ്രൗണ്ട് സറണ്ടർ ചെയ്ത് മേടിക്കാം. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു എന്നാ പറയുകയാണ്, ഒരു സറണ്ടർ ചെയ്ത് കൊടുക്കുക, അവർ ലീസിന് കൊടുക്കുന്ന പോലെ സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചതിന് അടിസ്ഥാനത്തിൽ. പക്ഷേ ഇവർ വരുന്നില്ല. പഞ്ചായത്തിലുള്ള കോൺഗ്രസിൻ്റെ ഭരണസമിതി വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ, ഞാൻ പേര് പറയില്ല, കോൺഗ്രസിൻ്റെ ജനപ്രതിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞതാണ്, നിങ്ങളൊന്നും അതിനൊന്നും മേടിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സർക്കാരൊന്നും മേടിച്ചു തരേണ്ട ആവശ്യമില്ല, ഞങ്ങൾ അടുത്ത തവണ ഭരണത്തിൽ വരും, ആ സമയത്ത് ഞങ്ങളുടെ മന്ത്രിയെ കൊണ്ട് ഞങ്ങൾ മേടിച്ചോളാം എന്ന രീതിയിൽ പറഞ്ഞു. ഇത് തെറ്റായ ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരാണ് അതൊരു രാഷ്ട്രീയം. അപ്പോൾ അത് അങ്ങനെയാണ് ഇവിടുത്തെ ആളുകളെ ഇവരെണ്ണ എന്നാ പറയണം, അടിച്ചമർത്തുക, മണ്ടന്മാരാക്കുന്നതാണ് ഞാൻ അന്ന് മനസ്സിലാക്കിയത്. എനിക്കന്ന് അത്രയും രാഷ്ട്രീയ ബോധമില്ലാത്ത കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞ വാക്ക് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. എന്തിനാണ് അവർ ജനപ്രതിനിധി ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചപ്പോൾ അവർ രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത്. ഇപ്പം നാളെ നമ്മളെ മേടിച്ച് കൊടുത്താൽ ഇപ്പോൾ LDFിൻ്റെ മന്ത്രി കൊടുത്തെന്ന് പറഞ്ഞാൽ, LDFിൻ്റെ സർക്കാർ കൊടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, സർക്കാരിനോട് പോയി നമ്മൾ ആവശ്യപ്പെട്ടു എന്ന സ്ഥിതിക്ക് സർക്കാർ ഗ്രൗണ്ട് തന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ പറയും. അതുപോലെ അവരും പഞ്ചായത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുവാണെങ്കിൽ അവരും പറയണം. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു ജനപ്രതിനിധി പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ എന്താണ്, രാഷ്ട്രീയമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താ? നമ്മളിപ്പോ വാർഡിലെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാന പ്രശ്നമായി താങ്കളുടെ നിരീക്ഷണത്തിൽ വന്നിരിക്കുന്ന കാര്യം എന്താ? മൂന്നാമത്തത്, ഞാൻ അവിടെ വർക്കിന് പോയപ്പോൾ പരമാവധി ആളുകളെല്ലാം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എസ്റ്റേറ്റിൽ നിന്ന് വന്ന് തൊഴിലാളികളാണ് കൂടുതൽ. ഇവിടെ വന്നിട്ട് വാടക വീട്ടിൽ തൊഴിലില്ലാതെ, വീടില്ലാതെ, സ്വന്തമായിട്ട് സ്ഥലമില്ലാത്ത ആളുകൾ ഒരുപാട് ആളുകളുണ്ട്, പാവപ്പെട്ടവർ. അവർക്ക് സർക്കാരിൻ്റെ കൂടുതൽ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലുള്ളത്. സർക്കാരിൻ്റെ അല്ലത് SC ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സ്ഥലവും വീടും മേടിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി രൂപീകരിച്ച് അത് അവർക്ക് സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള ഒരു നടപടി എടുക്കുന്നതാണ് എനിക്ക് പറയുന്നത്. ഇവിടെ സ്വജന പക്ഷപാതം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ വാർഡില് പലപ്പോഴും ഗ്രാമസഭകളിൽ കൂടിയാണല്ലോ ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം നോക്കിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പലതും ചെയ്യുന്നത് എന്ന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 11ാമത്തെ വാർഡായിട്ടുള്ള മേലാടിയിൽ
രാഷ്ട്രീയം നോക്കിയിട്ടാണോ ഭവന പദ്ധതികളിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്നതും അവരുടെ പാർട്ടിയിലുള്ള ആളുകളെ നോക്കിയിട്ടാണോ ഇവിടെ അവസരങ്ങൾ കൊടുക്കുന്നതും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതും എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയം നോക്കിയിട്ടും വീട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതാണ് പോലീസും അങ്ങനെയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിൽ അർഹതയുള്ളവർക്ക് ചെറിയ ഒരു പേരിന് മാത്രമാണ് ഈ ഇങ്ങനത്തെ ആളുകളൊക്കെ അർഹതയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. ഇത് പറയാൻ കാരണം ഒരു കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ ആ വാർഡിൽ മാത്രമല്ല മറയൂർ ഗ്രാമപഞ്ചായത്തിൽ പല വാർഡുകളിലും അവർക്ക് ആവശ്യമുള്ള ആളുകളെ ലിസ്റ്റിൽപ്പെടുത്തുക, അവർക്ക് അർഹത ഇല്ലെങ്കിൽ പോലും അവരെ ലിസ്റ്റിൽപ്പെടുത്തുക, അവർക്ക് കൊടുക്കുന്നത് പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒട്ടും അർഹതയില്ലാത്തവരാണ്. ഇപ്പോൾ ഒരു വീട് മേടിച്ചിട്ട് 5 വർഷം പോലും ആയിട്ടില്ല. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടത് 5 വർഷം പോലും ആയിട്ടില്ല. പിന്നീട് അവർക്ക് മെയിൻ്റനൻസ് അനുവദിച്ചു. അതൊക്കെ അവരുടെ രാഷ്ട്രീയമല്ലേ. അപ്പോൾ ഒട്ടും ഇല്ലാത്തവർ ഒരുപാടുണ്ട്. സ്ഥലം വീടില്ലാത്തവർ, വീട് ചോറുന്ന ആൾക്കാർ. ഞാൻ പോയപ്പോൾ കുറേ വീടുകളിലൊക്കെ വീട് ഇങ്ങനെ സീറ്റ് വീട് ചോറിഞ്ഞിട്ടിരിക്കും. എന്നാൽ നല്ല വാർക്ക വീട് പണിതിട്ട് 5 വർഷം പോലും ആകാത്തവർക്ക് മെയിൻ്റനൻസ് കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് നിങ്ങൾക്ക് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾക്ക് ഏത് വർഷത്തെ വേണമെങ്കിലും 2000 ഇപ്പൊ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ആക്ട് ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വാർഡിലത്തെ അല്ലെങ്കിൽ പഞ്ചായത്തിലെ തന്നെ കൊടുത്ത ആളുകൾക്ക് വീണ്ടും വീണ്ടും ആനുകൂല്യം കൊടുത്തോ എന്ന് ചെക്ക് ചെയ്യുന്നതിനായിട്ട് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് നിങ്ങൾ ചെയ്തിരുന്നോ? റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വ്യക്തികൾക്കാണ് നിങ്ങൾ 2010 വീട് അനുവദിച്ചിട്ടുള്ളത്, 10 to 15 എത്ര ആളുകൾക്ക് വീട് കൊടുത്തു, 15 to 20 എത്ര ആളുകൾക്ക് കൊടുത്തു, 20 to 25 നിങ്ങൾ എത്ര ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റാബേസ് കിട്ടും. അത് പഞ്ചായത്തിൽ ചോദിച്ചാൽ ആർക്ക് വേണമെങ്കിലും കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് തന്നെ സ്വയം ഐഡന്റിഫൈ ചെയ്തൂടെ ഇതില് റിപ്പീറ്റഡ് ആയിട്ട് ഏതൊക്കെ ആളുകൾക്ക് കൊടുത്തു? അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ കൊണ്ടുവരാമായിരുന്നില്ലേ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു അർഹതയില്ലാത്ത ഒരാൾക്ക് വീട് കൊടുത്തു, ഇല്ല അർഹതയില്ലാത്ത ഒരാൾക്ക് മെയിൻ്റനൻസ് കൊടുത്തു എന്ന കാര്യം നമ്മൾ പരാതിയായിട്ട് കൊടുക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി നമുക്ക് ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് കിട്ടുന്നില്ല. ഇവിടുന്ന് കിട്ടില്ലെങ്കിൽ അതിന്റെ ഹയർ അതോറിറ്റിക്ക് നമുക്ക് അപ്പീൽ കൊടുത്തൂടെ? അതെ, അത് നമ്മളത് ചെയ്തിട്ടില്ല. പിന്നെ അതല്ലേ കൃത്യമായിട്ട് നമ്മളൊരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഇതിന്റെ പ്രശ്നത്തിന്റെ നിവൃത്തി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ നമ്മൾ ആ പ്രശ്നത്തിൽ ഇടപെടുന്നത്. അപ്പൊ അതിന്റെ കൃത്യമായ ട്രാക്ക് എന്താണെന്ന് നോക്കി, പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ പാർട്ടിയാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ 5 വർഷം ഇവര് പഞ്ചായത്ത് തലത്തില്, അതായത് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വാർഡുകളിൽ അഴിമതിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹയർ അതോറിറ്റീസിനെ അപ്രോച്ച് ചെയ്യാമായിരുന്നല്ലോ. അത്രയും ഭാഗത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷെ പോകണം, പക്ഷെ പോയിട്ടില്ല. എന്നറിയാം, അങ്ങനെയല്ലേ നമ്മൾ രാഷ്ട്രീയം പഠിക്കേണ്ടത്? തീർച്ചയായിട്ടും ഞാൻ ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തപ്പോ അവിടെ വെച്ച് തന്നെ അത് തീർന്നു. അങ്ങനെയല്ലല്ലോ, നമ്മളൊരു പ്രശ്നമുണ്ട് ഇവിടെ, ഇങ്ങനെ ഒരു അഴിമതി നടക്കുന്നുണ്ട്, ഇത് ചൂണ്ടിക്കാണിച്ചു. അതല്ലേ ഈ പഞ്ചായത്തില് നിങ്ങൾ ഈ പറയുന്ന മേൽക്കോയ്മയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു തരം നിസ്സംഗഭാവത്തിന്റെ കാരണവും അത് തന്നെയല്ലേ? ശരിക്കും ഭരിക്കുന്ന പാർട്ടി ഈ സമൂഹത്തിനോട് അല്ലെങ്കിൽ മറയൂർ പഞ്ചായത്തിനോട് നിങ്ങൾ ആരോപിക്കുന്ന പോലെ ഈ ഭരിക്കുന്ന പാർട്ടി ചെയ്യുന്ന സാമൂഹ്യ ദ്രോഹത്തെക്കാട്ടിലും വലിയ ദ്രോഹം ചെയ്യുന്നവരാരാ? ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ ആരും തന്നെ ഇതിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഇതിലൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇവരെ 2 കക്ഷികളും കൂട്ടി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവര് ചെയ്യേണ്ട, ഭരണകക്ഷി ചെയ്യേണ്ടത് അവരും ചെയ്യില്ല, പ്രതിപക്ഷം ചെയ്യേണ്ടത് അവരും ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഭരണകക്ഷി വേണ്ടാതീനങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ഏത് സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഭരണപക്ഷം അതിക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അമിതമായ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതിപക്ഷം ശക്തമല്ലാത്തത് കൊണ്ടാണ്. ഈ പ്രതിപക്ഷത്തിൽ ഇരുന്നപ്പോ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ ജനങ്ങൾ തന്നെ നിങ്ങളെ ഭരണപക്ഷത്തെ എത്തിക്കുമായിരുന്നില്ലേ? അല്ല, ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയം നമ്മുടെ ഒരു പരാതിയായിട്ടോ വിഷയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളായിട്ട് വൈരാഗ്യമായിട്ടാണ് അവർ കാണുന്നത്.
ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പോൾ മേലാടിയിൽ കാലങ്കലായിട്ട് വീട് മേടിച്ചിട്ട് വീട് പണിയാതെ 3 ബില്ലും പൂർണ്ണമായിട്ടും ബില്ല് മേടിച്ചിട്ട് വീട് പണിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കെതിരായിട്ട് ഞാൻ പരാതി കൊടുത്തു. ഇങ്ങനത്തെ ഒരാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഘട്ടഘട്ടമായിട്ട് ബില്ല് പാസ്സാക്കി കൊടുക്കാത്ത ഇങ്ങനെ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവരെ കൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾ അവരോട് പറഞ്ഞത് ഇന്ന ആളെ പ്രതിപക്ഷത്തിൻ്റെ ആള് നിങ്ങൾക്കെതിരായിട്ട് പരാതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ അവർ നമ്മളായിട്ട് ശത്രുതയാകുക, നമ്മൾ തമ്മിൽ വഴക്കിലേക്ക് വരിക. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു പരിധി കൂടി ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി ആക്കുക. അതൊരു രാഷ്ട്രീയ തന്ത്രമാണ്. രാഷ്ട്രീയ തന്ത്രമായിട്ട് ഇവർ മറ്റവരെ ഇളക്കി വിട്ടിട്ട് നമ്മുടെ മേത്ത് കയറി ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു പോരായ്മ, അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഒരു പോരായ്മ തന്നെ അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അത്രയും ക്വാളിറ്റിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാക്കണം. അതിന്റെ കുറവുണ്ട്. ഇനി മറയൂര് പഞ്ചായത്തിനെ കുറിച്ചിട്ട് പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയെ കുറിച്ചിട്ട് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം എന്താ? മറയൂർ പഞ്ചായത്ത് നല്ല രീതിയിലാണോ കഴിഞ്ഞ 5 വർഷം ഭരിച്ചത്? അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ പോരായ്മകളാണ് താങ്കൾക്ക് കണ്ടെത്താനായിട്ട് പഞ്ചായത്തിനെതിരായിട്ട്? കാരണം നിങ്ങളുടെ പാർട്ടിയല്ല ഭരിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അവർ നല്ലത് ചെയ്താലും മോശം ചെയ്താലും നിങ്ങൾക്ക് അതിനകത്ത് പോരായ്മകളെ കണ്ടെത്താനാകൂ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ കഴിഞ്ഞ 5 വർഷത്തെ മറയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തിയ ജനകീയ പദ്ധതികളെ കുറിച്ചിട്ടും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളിലും എന്തൊക്കെയാണ് താങ്കൾ കണ്ടെത്തിയ പോരായ്മകൾ? മറയൂർ പഞ്ചായത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇവിടെ ടൂറിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർഗം. ടൂറിസം, കൃഷി. ഇവിടെ ടൗൺഷിപ്പായിട്ട് ഞാനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ കമ്മിറ്റിയുടെ മെമ്പറും കൂടിയാണ്. പല ആസൂത്രണ പരിപാടിയിലകത്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ടൗൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട്. മറയൂർ ബസ് സ്റ്റാൻഡ് നല്ല രീതിയിലുള്ള ഹൈടെക് നല്ല രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് ആക്കണം. അതുപോലെ അവിടുത്തെ കമ്പർസേഷൻ ടൂറിസ്റ്റുകൾക്ക് ഗുണമുള്ള കമ്പർസേഷൻ ആക്കണം എന്ന് പറഞ്ഞ് പല ആവശ്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് അതിന് ഇവർ മുമ്പേ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവർ വെക്കുന്ന പ്രോജക്റ്റുകളൊക്കെ ഇവർക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടുന്ന മാർക്കുള്ള പ്രോജക്റ്റുകൾ മാത്രമാണ്. മറയൂരിലെ ബസ് സ്റ്റാൻഡ് പണിതവർക്ക് പൈസ കിട്ടാത്ത പ്രോജക്റ്റ് ആണോ? അതൊരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് അല്ലേ? വെക്കുന്നില്ല, കാരണം ഇവര് അതിനകത്ത് വലിയ ഗൗരവം കാണിക്കുന്നില്ല. അല്ല, അത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ഏത് വന്നാലും അതിനകത്ത് പൈസ മിസ്അപ്രോപ്രിയേഷൻസ് ചെയ്യാനുള്ള സ്കോപ്പ് ഉള്ളതാണ്. ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞാൽ, അതിന് സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഈ ഇവിടെ കംഫർട്ട് സ്റ്റേഷൻ വെക്കാനായിട്ട് ഒരു പ്രൊജക്ട് നിങ്ങളോ അല്ലെങ്കിൽ പഞ്ചായത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താ പ്രശ്നം വന്നിട്ടുള്ളത്? ഇവിടെ പ്രതിപക്ഷ പാർട്ടികളായിട്ട് യോജിച്ചൊന്നും പോകുന്നില്ല. ഇവിടുത്തെ ആള് പ്രതിപക്ഷ പാർട്ടികളായിട്ടൊന്നും യോജിച്ച് എന്റെ അറിവില് നല്ല യോജിപ്പിലാണ് നിങ്ങൾ രണ്ടു കൂട്ടരും ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരാളെ കണ്ട് ചിരിക്കുക, എല്ലാവരായിട്ട് സംസാരിക്കുക എന്നുകൊണ്ട് മാത്രം കാര്യമില്ല. അത് വേറെ. അല്ല, മെജോറിറ്റി അവരുടെ പാർട്ടി ആൾക്കാരാകുമ്പോ പിന്നെ അതിനകത്ത് പ്രതിപക്ഷത്തിനെ ഒരു ബഹുമാന പുരസ്കാരം അവിടെ ഇരുത്തുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, അത് ശരിയാണ്. എന്നാ ഇവര് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടിയും കൂടി കൂടുതൽ നിർത്തിവെച്ച് സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ MLA അടുത്തുനിന്ന് ഫണ്ടുകൾ മേടിച്ച് നല്ല നല്ല പ്രോജക്റ്റുകൾ എടുക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. പക്ഷെ എടുക്കുന്നില്ല. അതാണ് രാഷ്ട്രീയം അതിനകത്ത്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഒരു പ്രോജക്റ്റ് വിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ മറയൂരിന്റെ വികസനത്തെ വിഷ്വലൈസ് ചെയ്ത് ദീർഘകാല വീക്ഷണത്തോടു കൂടെ ഒരു പദ്ധതിയോ പ്രോജക്റ്റോ കൊണ്ടുവരുന്നതിനുള്ള കപ്പാസിറ്റി ഉള്ളവര് ഇപ്പൊ കഴിഞ്ഞ ഭരണകക്ഷികളിൽ ഉണ്ടായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? എന്തുകൊണ്ടാ അത്? എങ്ങനെയുള്ള ഇപ്പൊ നമുക്കൊരു പ്രോജക്റ്റ്, ഒരു പഞ്ചായത്ത് അത് ഇങ്ങനെ ആയിരിക്കണം. ഇവിടെ ഒരു മാർക്കറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. അത് ഫോറസ്റ്റിന്റെ ഇല എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ് ഉള്ളത്. ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് അടിസ്ഥാനമായിട്ട് ഇവിടെ കൃഷിയാണ് വേണ്ടതെങ്കിൽ ഇവിടെ വേണ്ട ഒരു സാധനം എന്തായിരുന്നു? മാർക്കറ്റ് സോഴ്സ് ഉണ്ടായിരിക്കണം, അല്ലെ? സാധനങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവരുന്നതിനും അത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന അത്ര ഉൽപ്പന്നങ്ങൾ ഉള്ള ഒരു പഞ്ചായത്താണെന്ന് ആക്കണം. ലെമൺ ഗ്രാസ് ഓയില്, തേന്, ചന്ദനം,
പിന്നെന്തുവാ ഇവിടുത്തെ മറയൂർ ശർക്കര, ഇതൊക്കെ എക്സ്പോർട്ട് ലെവലിൽ പോകുന്ന സാധനങ്ങളുള്ള ഒരു പഞ്ചായത്ത്. അതുപോലെ സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ നാട്ടിൻ പ്രദേശത്ത് കിട്ടാത്ത ആട് മറയൂരിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിന്റെ മാർക്കറ്റ്, ഇതൊന്നും ഒരു മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം മറയൂർ എവിടെയുള്ളത്? മറയൂർ മാർക്കറ്റ് ഇല്ല. മറയൂരിലുള്ളത് ഒരു പ്രൈവറ്റ് കച്ചവടക്കാരുടെ, എനിക്ക് ഒരു പ്രോഗ്രാമിന് ഞാൻ ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി പോയപ്പോ 137 ഷോപ്പാണ് ഈ 2 കിലോമീറ്റർ ചുറ്റളവില് മറയൂരില് അന്നുണ്ടായിരുന്നത്. അപ്പോ ഇത്രയും കടകളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഒരു പഞ്ചായത്തിന്റെ നല്ല റവന്യൂ ഭാഗമാണ് ഈ പറയുന്ന ഒരു മാർക്കറ്റ് ഇല്ല. അതിന് അപ്പോ ഒരു മാർക്കറ്റ് ഇവിടെ ഇല്ല. അതുപോലെ ഇപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനുള്ള സ്കോപ്പ് വളരെ കൂടുതലുള്ളതാണ്. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഏതെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ടൂറിസം എന്ന് പറയുന്നത് ഇവിടുത്തെ വലിയ വരുമാന മാർഗമാണെന്ന് പറഞ്ഞു. ആളുകൾക്ക് സേഫ് ടൂറിസം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ആളുകൾക്ക് സേഫ് ആയിട്ട് ടൂറിസ്റ്റ് പ്ലേസുകൾ വിസിറ്റ് ചെയ്യുന്നത് എല്ലാ രീതിയിലും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടു കൂട്ടർക്കും സേഫ് ആയിട്ടുള്ള ഒരു ടൂറിസം ഇവിടെ ആവശ്യമാണ്. അതിനുള്ള എന്തെങ്കിലും പദ്ധതികളുണ്ടോ? കുറെ പ്രൈവറ്റ് ആളുകള് അത് ഒരു കുത്തകയാക്കി വെച്ച് കൊണ്ട് നടക്കുന്നു എന്നുള്ളത് ആസൂത്രണത്തിന്റെ അഭാവം. അത് വളരെ കാര്യമായിട്ട് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ ഈ പഞ്ചായത്തിൽ കണ്ടിട്ടുള്ളത്. അത് വർഷങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും വിഷണറി ആയിട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ എന്ത് പദ്ധതിയാണ് നിങ്ങൾ ഭരണം വന്നു എന്ന് വിചാരിക്കും. LDF ഇത്തവണ മറയൂർ പഞ്ചായത്ത് പിടിച്ചു എന്ന് വിചാരിക്കും. സ്ഥിരമായിട്ട് നിങ്ങൾ കാന്തല്ലൂർ പഞ്ചായത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കാന്തല്ലൂർ എന്ന് പറയുന്നതും മറയൂർ എന്ന് പറയുന്നതും ആളുകൾ തമ്മിൽ ഞാൻ നോക്കിയിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാം ഗ്രാമത്തിലുള്ള ആൾക്കാര്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാര്, 80% ആൾക്കാര് തമിഴ് ഭൂരിപക്ഷമുള്ള ആൾക്കാര്, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് ഈ 2 പഞ്ചായത്തുകളിലും ഉള്ളത്. പക്ഷേ എന്തുകൊണ്ട് കാന്തല്ലൂർ പഞ്ചായത്തിലെ സ്ഥിരമായി LDFും മറയൂർ പഞ്ചായത്തിലെ സ്ഥിരമായി കോൺഗ്രസും ഇത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ഇല്ല, ഇങ്ങനൊന്നുമില്ല. ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. മറയൂരെ സംബന്ധിച്ച് അല്ല, അവിടുത്തെ ആളുകളുടെ വിദ്യാഭ്യാസവും സാംസ്കാരികവും എല്ലാമായിട്ടുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് മറയൂരുമായിട്ട് സെയിം ആണ്. മറയൂരില് എന്തുകൊണ്ട് നിങ്ങൾക്ക് LDFന് എന്തുകൊണ്ട് മറയൂർ പഞ്ചായത്ത് പിടിക്കാൻ പറ്റുന്നില്ല? മറയൂർ പഞ്ചായത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, LDF മറയൂർ പഞ്ചായത്ത് പിടിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഉദ്ദേശിക്കും എന്ന് പറഞ്ഞ് ചോദിച്ച ആ ചോദ്യത്തിന്റെ മറുപടി, ഞങ്ങളിവിടെ LDFന്റെ ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ അഴിമതിയില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കണമെന്നാണ് നമ്മുടെ ഫസ്റ്റ് അജണ്ട. അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തില് ഡെമോക്രാറ്റിക് സിസ്റ്റത്തില് അഴിമതി ഇല്ലാത്ത ഒരു ഭരണം നടത്തി ഏതെങ്കിലും ഒരു സ്ഥലം പറഞ്ഞു തരാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് നമുക്ക് വാക്കിൽ പറയാൻ പറ്റും. ഞാൻ ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അവരുടെ പക്ഷത്ത് നിന്ന് അവരുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. അഴിമതി ഇല്ലാത്ത ഭരണം എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും അഴിമതി ഇല്ലാതെ നടത്തിയ ഏതെങ്കിലും LDFന്റെ ഒരു വാർഡോ ഒരു പഞ്ചായത്തോ ഒരു സ്റ്റേറ്റോ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടല്ലോ, കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലുള്ള സർക്കാർ എന്തെങ്കിലും മുന്നോട്ട് പോകുന്നത് എനിക്കിതൊന്നും താങ്ങാനില്ല. അങ്ങനെ പറയില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് മറയൂരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഈ മറയൂർ പഞ്ചായത്തിലെ ലൈഫിന്റെ വീട് കൊടുക്കുന്നുണ്ട്. ഈ ലൈഫിന്റെ വീട് ആദിവാസി മേഖലയില് 6 ലക്ഷം രൂപ വെച്ചാണ് വീട് കൊടുക്കുന്നത്. എന്നാൽ നമ്മുടെ ഈ ആസൂത്രണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻകാലങ്ങളിൽ ചെയ്ത ആളുകൾ ഇടവേളയ്ക്ക് തന്നെ പദ്ധതിയെല്ലാം ഉപേക്ഷിച്ച് വിട്ടേച്ച് പോയി, വീടുകൾ പകുതിയിലായി പോയി. പിന്നെ ഇപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കോൺട്രാക്റ്റുകാരെ കൊണ്ട് ലൈഫ് പദ്ധതിയുടെ വീട് പൂർത്തീകരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഞങ്ങളാണ് തീരുമാനിച്ചത്. നല്ല കാര്യമാണ്. എന്നാൽ ഇവിടുത്തെ ഭരണസമിതിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വീടിന് 10 പേർ, ഇപ്പോൾ ഏകദേശം ഈ ലൈഫ് പദ്ധതിയുടെ വീട് തന്നെ 300 വീട് എങ്ങാണ്ട് ആദിവാസി മേഖലയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭരണസമിതിയുടെ ചില ആളുകൾ പുറമെ ഈ കാന്തല്ലൂർ മേഖലയിലെ കുറെ കോൺട്രാക്റ്റുകാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു വീടിന് 25,000 30,000 കൈക്കൂലി മേടിച്ചിട്ടാണ് ചെയ്തതെന്നാണ് നമ്മുടെ ഒരു അറിവ്. അത് സത്യം തന്നെ. അതുപോലത്തെ ഒരു അനുമതിയോ നമ്മൾ ചെയ്തില്ല. അത് മാത്രമല്ല, പാവങ്ങൾക്ക് കൊടുക്കുന്ന ധനസഹായത്തിൽ നിന്ന് നമ്മളൊന്നും കൈക്കൂലി മേടിച്ചിട്ടോ
ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യത്തില്ല എന്നാണ് ആദ്യം ഞാൻ അനുമതിയില്ലാതെ ചെയ്യുമെന്ന് പറയാനുള്ള ഒരു കാരണം ഒന്ന്. പിന്നെ ഞങ്ങൾ ഇവിടെ ഭരണത്തിൽ വരുവാണെങ്കിൽ മറയൂരിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് ടൂറിസവുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയം. നമുക്കിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കും, ഞങ്ങൾക്ക് ഇങ്ങ് ഭരണം തന്നാൽ മതി എന്ന് ജനങ്ങളോട് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും വ്യക്തമായിട്ട്, എനിക്ക് സ്പെസിഫിക് ആയിട്ട് എന്റെ മറയൂർ ചാനൽ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയണം. LDF മറയൂർ പഞ്ചായത്തിലേക്ക് ഭരണം പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ കോൺഗ്രസ് ഇത്ര കാലം ഭരിച്ചിട്ടും ഇവിടെ ചെയ്യാത്ത എന്താണ് നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളുടെ, അങ്ങനെയാണെങ്കിലല്ലേ ജനങ്ങൾ മാറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അതെ. ഇപ്പോ നമ്മളാദ്യം ഭരണം പിടിച്ചു കഴിഞ്ഞാൽ ഗ്രാമസഭകൾ വിളിക്കുക. ഗ്രാമസഭകൾ വിളിക്കുമ്പോൾ ഗ്രാമസഭകളിലെ പൊതുവായിട്ട് ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കുക. അതവരും ചെയ്യുന്നില്ല. അല്ല, അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ നടപ്പാക്കണല്ലോ. ഒരു സംഭവം ഇപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, 100% ആളുകൾ എന്താണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, എന്താണ് ആവശ്യപ്പെടുന്നുണ്ടോ ആ പദ്ധതികൾ മാത്രമേ നമ്മൾ നടപ്പിലാക്കത്തുള്ളൂ. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള പദ്ധതികൾ മാത്രമേ നമ്മൾ അവതരിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു പാർക്കിംഗ് ഇതില്ല, കാണാനുള്ള നല്ല കാഴ്ച സ്ഥലങ്ങളൊന്നുമില്ല, അതുപോലെ അവർക്ക് നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും. മറയൂരിൽ ഇപ്പൊ എന്ത് കാണാൻ ആൾക്കാർ വരുന്നത്? മറയൂരാണെങ്കിൽ നമുക്ക് മറയൂരിൽ ഈ ജോഗ്രഫിക്കൽ ക്ലൈമറ്റ് ആസ്വദിക്കാനാണ് ആൾക്കാർ ഇവിടെ കൂടുതലായിട്ട് ടൂറിസ്റ്റ്. കുറച്ച് ആൾക്കാർ യൂട്യൂബ് വീഡിയോ ചെയ്തതിന്റെ ഫലമായിട്ട് മറയൂർ കാന്തല്ലൂർ ഭാഗത്തേക്ക് ആളുകൾ വന്നു എന്നതിലുപരി ഇവിടെ എന്താ കാണാനുള്ളത്? മറയൂരെ സംബന്ധിച്ചാണ് ഇപ്പൊ മറയൂർ മൂന്നാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിൽ കൂടിയില്ലേ പോകുന്നത് മറയൂരൊക്കെ. മറയൂര് കൂടി മൂന്നാർ പോകുമ്പോൾ മൂന്നാർ നല്ല കാലാവസ്ഥ ഉണ്ട്, നല്ല ലൊക്കേഷൻ ഉണ്ട്, അവിടുത്തെ ഫോട്ടോഗ്രാഫിക് ഡാം ഉണ്ട്, അതുപോലെ കുറെ ഇതിനൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ കാന്തല്ലൂരും മറയൂരിലുണ്ട്. മറയൂരെന്ന് പറഞ്ഞാൽ കാന്തല്ലൂരായിട്ട് ബന്ധപ്പെട്ട് മറയൂർ പഞ്ചായത്തിൽ എന്തുണ്ട് എന്നാണ് എന്റെ ചോദ്യം. കാരണം മൂന്നാറിൽ കുറെ കാര്യങ്ങളുണ്ട്, കാന്തല്ലൂര് കുറെ കാര്യങ്ങളുണ്ട്. ഈ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂര് പോകുമ്പോ ഒരു ഇടത്താവളമാണ് മറയൂര്. അപ്പൊ മറയൂരില് ടൂറിസം വരണമെങ്കിൽ ഈ വഴിപോക്കര് വന്ന് പോകുന്ന സ്ഥലമാവരുത് മറയൂര്. മറയൂരില് ഇവിടെ നാച്ചുറലി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത്രയും ടൂറിസ്റ്റ് വന്നു പോകുന്ന ഒരിടമാണിത്. ടൂറിസ്റ്റിന് വേണ്ടി അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? കുറെ പ്രൈവറ്റ് ആൾക്കാർ ഇവിടെ റിസോർട്ടുകൾ പണിതുണ്ടാക്കി അല്ലെങ്കിൽ ഹോം സ്റ്റേ കൂടുതൽ ഉണ്ടാക്കി, അതുകൊണ്ട് മറയൂർ ആളുകൾ തിങ്ങിക്കൂടുന്നു, ഇവിടെ ട്രാഫിക് ഉണ്ടാക്കുന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് മറയൂരിൽ ഉണ്ടായിരുന്ന ആളുകളുടെ സ്വൈര ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായി എന്നതിലുപരി ഇവിടെ വരുമാനം ഉണ്ടാവണമെങ്കിൽ മറയൂരിൽ എന്തുണ്ട്? ടൂറിസമായിട്ട് മറയൂരിൽ എന്തുണ്ട്? അതാണ് എന്റെ ചോദ്യം. മറയൂരിലെ ടൂറിസമായിട്ട് നമുക്ക് ഇവിടുത്തെ മറയൂർ ടൂറിസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ആയിട്ട് യോജിച്ചു പോയാലേ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എന്താണ് ആ പദ്ധതി? നമ്മൾക്ക് ചന്ദനക്കാടുകള് ഫോറസ്റ്റോയുടെ സഹകരണത്തോടു കൂടി ചന്ദനക്കാടുകൾ കാണുക. അതിന്റെ ഫോറസ്റ്റിന്റെ ഉള്ളില് ട്രക്കിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. തുവാണം ട്രക്കിംഗ് ഇതൊക്കെ ചെയ്താൽ നമ്മുടെ പ്രകൃതിക്ക് കുറച്ച് ദോഷം ചെയ്യില്ലേ? കാരണം അതെല്ലാം റിസർവ് ഫോറസ്റ്റ്, ആനിമൽസ് അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് ആ ജീവിജാലങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചെയ്ത്. ഇപ്പൊ ആനയെ കാണാൻ വേണ്ടി നമ്മൾ കാട്ടിനകത്തേക്ക് പോയി ആനയെ കണ്ടു കഴിഞ്ഞാൽ ആനയ്ക്ക് ബുദ്ധിമുട്ടാണത്. പുലിയെ കാണാൻ വേണ്ടി നമ്മൾ ഈ പുലിയെ തേടി കാട്ടി പോയി കഴിഞ്ഞാൽ പുലിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ പോകുമ്പോൾ ഒരു കൊക്കോള കുടിച്ച് അതിന്റെ കുപ്പി വലിച്ചെറിഞ്ഞ് 2 ലൈസ് പാക്കറ്റ് പൊട്ടിച്ച് തിന്ന് ഇങ്ങനെയാണ് എല്ലാവരും പോകുന്നത്. അതും ടൂർ മൂഡാണ് എല്ലാവർക്കും. അല്ലാതെ എല്ലാവരും ഈ പരിസ്ഥിതി കൺസേൺ ആയിട്ട് എന്റെ പ്രകൃതി എനിക്ക് സംരക്ഷിക്കണം, അതുകൊണ്ട് ഞാൻ ഇതിനെയൊന്നും നശിപ്പിക്കരുത് എന്ന ഒരു എന്താ പറയാ ഒരു സിവിക് സെൻസോട് കൂടിയിട്ടൊന്നും അല്ല ആളുകൾ ഈ ടൂർ പോകുന്നത്. അപ്പോ ഈ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ടൂറിസം അല്ലാണ്ട് മറ്റെന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ടൂറിസത്തെ കുറിച്ചിട്ട് മറയൂരിൽ എന്തെങ്കിലും ചിന്തിക്കാനായിട്ട് പറ്റുമോ? പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഫോറസ്റ്റിൽ കിടക്കുന്ന ഈ വാട്ടർഫാൾസ് ഇതെല്ലാം നമ്മൾ ഒരു മാസ് ടൂറിസമായിട്ടല്ല, എക്കോ ടൂറിസമായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഫോറസ്റ്റിൻ്റെയും സർക്കാരിൻ്റെ സപ്പോർട്ടോട് കൂടിയാണ്
നമ്മളത് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി ആകപ്പാടെ നമുക്കിപ്പോ ഇക്കോ ടൂറിസം ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കരിമുട്ടി വാട്ടർഫോൾസ് ആണ്. തുപാണ് വാട്ടർഫാൾ, മറ്റേ ഇത് അഴുത്തോൾ എന്ന് പറഞ്ഞ വാട്ടർഫാൾസിന്റെ ഗ്രാമത്തിന്റെ ഉള്ളില് വാട്ടർഫാൾസ് കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റിന്റെ സഹകരണം കൂടി വരും. അല്ല അത് അതില് എനിക്ക് പേഴ്സണലി അതിനോട് താല്പര്യമില്ല. കാരണം വലിയ വലിയ സംഭവങ്ങളെല്ലാം നമ്മുടെ ഉൾക്കാടുകളിൽ ഉള്ളത് ജനങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി ആ സ്ഥലത്തെ നശിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല. കാരണം അവിടെ കുറച്ച് കഴിയുമ്പോൾ തോന്നും അവിടെ ഒരു ഹോം സ്റ്റേ ചെയ്യണം എന്ന് തോന്നും. അവിടെയുള്ള സ്ഥലങ്ങൾ പ്രൈവറ്റ് ലാൻഡ്സ് അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻസ് വരും. ഇതൊക്കെ ആ പരിസരങ്ങളിലുള്ള ജീവികൾ. അപ്പൊ പിന്നെ ഇവിടെ മറയൂരിലെ റിസർവ്ഡ് ഫോറസ്റ്റ് എവിടെയാ? മറയൂർ ടൂറിസമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് ആയിട്ട് ചെയ്താലേ കുറച്ചുകൂടി മിച്ചമുണ്ട്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ടൂറിസം ആയിട്ട് മറയൂരിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. വേറെ രീതിയിൽ ചിന്തിക്കണം, അതെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ രീതിയിലാണെങ്കിൽ നമുക്ക് അതിനുള്ള റവന്യൂ ഇല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം. അഗ്രികൾച്ചറിന്റെ ഫാം, അഗ്രികൾച്ചർ ഇപ്പൊ ഒന്നും മറ്റേ കരിമ്പ് കൃഷിയുണ്ട്. കരിമ്പ് കൃഷിയെ സംരക്ഷിക്കുക, അതുപോലെ നീർത്തടങ്കിലും, അതുപോലെ അവരുടെ ശർക്കര ഉണ്ടാക്കുന്ന യൂണിറ്റുകളെ കുറച്ചുകൂടി നല്ല രീതിയിലാക്കുക, കരിമ്പ് കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നല്ല സർക്കാർ മുൻകാലങ്ങളിൽ ഫൗമ സൂചിക കൊടുത്തുന്ന രീതിയിൽ ശർക്കരയെ നല്ല രീതിയിൽ ഉണ്ടാക്കുക, അത് ടൂറിസ്റ്റുമായിട്ട് വിൽപ്പന നടത്തുക, യൂണിറ്റ് സന്ദർശിക്കുക. അങ്ങനൊരു കർഷകർക്ക് അതുകൊണ്ട് ഗുണവും ഉണ്ടാകും. അങ്ങനൊരു ഇത് കൂടി ചെയ്യാം നമുക്ക്. കൃഷിയായിട്ട് മുന്നോട്ട് കൃഷിക്കാർക്ക് ഗുണവും ചെയ്യും, അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് കാണാനൊരു സംവിധാനം കൂടെ ഉണ്ടാകും. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പഞ്ചായത്തായിട്ടുള്ള കുറച്ചുകൂടി സ്ഥലങ്ങൾ കണ്ടെത്തണം. റവന്യൂ സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് നല്ല പ്രോജക്റ്റുകൾ വയ്ക്കണം ടൂറിസമായിട്ട്. നമുക്ക് മാതൃകയായിട്ട് കുറച്ചുകൂടി നാട്ടുമ്പുറങ്ങളൊക്കെ പോയി ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനത്തെ ടൂറിസ്റ്റുകൾ ചെയ്താൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ട് ആ രീതിയിൽ ചെയ്യും. ഇനി ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തെ കുറിച്ചിട്ട് സംതൃപ്തനാണോ? മാലിന്യ സംരക്ഷണത്തെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ജനങ്ങളൊരു പൊതുവന്മാരാണ്. ജനങ്ങളും പഞ്ചായത്തും കുറച്ചുകൂടി ആക്റ്റീവ്. ഇപ്പോൾ സർക്കാരിന്റെ മറ്റേ ശുചിത്വ മിഷൻ അതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതിനകത്ത് പോരായ്മയുണ്ട്, ഒരുപാട് പോരായ്മയും കൂടി ഉണ്ട്. അത് കുറച്ചുകൂടി നാട്ടിലെ ജനങ്ങളും കൂടി ബോധവാന്മാരാണ്. അല്ല, ജനങ്ങൾക്ക് ഒരു ബോധത്തിനും കുറവില്ലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ജനങ്ങൾക്കറിയാം ഇത് വേസ്റ്റ് ആണ്, ഇത് കളയേണ്ടതാണ്. ഇപ്പൊ നമുക്ക് കളയാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തവന്റെ പറമ്പിലേക്ക് ഇടുന്നു, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ടുപോയി ഇടുന്നു. നമ്മൾ ടൂറിസ്റ്റ് വരികയാണെങ്കിൽ ഇവര് കുറെ അന്വേഷിക്കും, ഇവിടെ ഏതെങ്കിലും ഗാർബേജ് ബോക്സ് ഉണ്ടോ എന്നുള്ളത് അവർ അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് ഈ പോകുന്ന വഴിയിൽ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ ഇങ്ങനെ ഒരു ഗാർബേജ് ബോക്സ് അവർ കണ്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ആരും കാണാത്ത ഒരു സ്ഥലത്ത് നോക്കിയിട്ട് ഈ സ്ഥാനം ഡംപ് ചെയ്യും. അതില് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അതിന് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്റെ കയ്യിലുള്ള വേസ്റ്റ് എന്റെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എന്റെ വണ്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ എനിക്കത് ബാഡ് സ്മെല്ല് ഉണ്ടാക്കുന്നു, എന്റെ കുട്ടികൾക്ക് അത് പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് ഈ വേസ്റ്റ് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമുള്ളൂ. അല്ല, അതിനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഒരു ഗാർബേജ് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അവിടെ ഇടും. നമ്മുടെ കുട്ടികൾ പോലും ഇങ്ങനെ ഒരു സിസ്റ്റത്തില് വരാത്തതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോ റോട്ടിൽ തുപ്പും അല്ലെ, അതിന് ഒട്ടും ചിന്തിക്കാറില്ല. നമുക്ക് തുപ്പാൻ തോന്നി നമ്മൾ അങ്ങ് തുപ്പും. പക്ഷെ ഇത് മറ്റ് കൺട്രികളിലൊന്നും ഇത് അലൗഡഡ് അല്ല. അവിടെ പഠിക്കുന്ന കുട്ടികളും ഇത് പ്രാക്ടീസ്ഡ് ആണ്. അവർക്കും ഈ പറയുന്ന തുപ്പല് വരും, പക്ഷെ അവർ തുപ്പാറില്ല. കാരണം എന്തുകൊണ്ടാ? അവർക്ക് ഫൈൻ കിട്ടും എന്നുള്ള ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് അവരത് ചെയ്യില്ല. അപ്പൊ അതിന് തുപ്പണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലം അവര് കരുതിയിട്ടുണ്ടാവും. അത് മുനിസിപ്പാലിറ്റി, അവിടുത്തെ മുനിസിപ്പാലിറ്റികൾ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഗാർബേജ്, നമ്മൾ മനുഷ്യരാണ്, നമ്മുടെ കയ്യിൽ എപ്പോ വേണമെങ്കിലും നമുക്ക് വേസ്റ്റ് വരും. ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം സജ്ജമാക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇപ്പോൾ 1 കിലോമീറ്ററോ 2 കിലോമീറ്ററോ പോയിട്ട് ഇവിടെ ഒരു ഡിസ്പോസൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ കൊണ്ട് കളയുള്ളൂ. ഇത് ഈ കാട് മൊത്തം തപ്പി നോക്കിയാലും അങ്ങനെ ഒരു സ്ഥലം ഇല്ല ഇവിടെ. അപ്പൊ എന്ത് ചെയ്യും? ഒരു കുട്ടി ഇപ്പൊ ഞാൻ പറയാം, റോഡുമൽ പെട്ടെന്ന് ഒരു കുട്ടി വരികയാണ്, ഈ കുട്ടിയുടെ സാനിറ്ററി നാപ്കിനകത്ത് കുറച്ച് വേസ്റ്റ് വന്നു, എന്ത് ചെയ്യും? ആ അമ്മ അത് പെട്ടിപ്പൂട്ടി കവറിലാക്കി വെക്കുന്നു. എന്നിട്ട് അമ്മ വിചാരിക്കുകയാണ് ഈ കാട്ടിനകത്ത് ഇത് കളയണ്ട, ഇത് ഏതെങ്കിലും മൃഗങ്ങൾക്ക് ഉപദ്രവമായാലോ എന്ന് കരുതി ഇത് മറയൂർ വരെ പിടിച്ചുകൊണ്ട് വന്നു. മറയൂർ ഇത് എവിടെ കളയും? അതാണ് ഞാൻ പറഞ്ഞു. അതായത് ജനങ്ങളും ബോധവാന്മാരാകണം. ഇവിടുത്തെ ഭരണസമിതിയും ഇവിടെ ഞാനിപ്പോ സംസാരിച്ചത് മുഴുവൻ ഹൈലി ബോധേഡ് ആയിട്ടുള്ള മനുഷ്യരെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും അതന്നെ ഞാൻ പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്ത് അത്രയ്ക്ക് ആയിട്ടെന്ന് പറഞ്ഞാൽ അത്രയും ബോധവാന്മാരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത്
നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രോജക്റ്റുകളൊക്കെ വെക്കുമ്പോൾ ഇത്രയും പ്രോജക്റ്റുകൾക്ക് മുൻതൂക്കം കൊടുക്കണം. മുൻതൂക്കം കൊടുത്തിട്ട് അത്രയും പ്രോജക്റ്റുകൾ ചെയ്യുവാണെങ്കിൽ ഇത്രയും വിഷയമാണ് വരത്തില്ല. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉൾപ്പെടുന്നതിന് ഒരു കുട്ടി അവിടെ നിന്ന് വന്നു, അവർ ഈ വേസ്റ്റ് കളയുന്നതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അവർ കഴിയാനുള്ള അതിനൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് വിവരമുള്ളവർ അവിടെ തന്നെ അറിയുള്ളൂ. അപ്പം അതിനുള്ള പ്രോജക്റ്റുകൾ അവിടെ ഉണ്ടാക്കണം. പഞ്ചായത്തിന്റെ ഭരണസമിതിയിലായിട്ടുള്ള ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങൾക്ക് ഏതാണ് ഏറ്റവും അടിസ്ഥാനമുള്ള പ്രോജക്റ്റുകളാണ്, അതാണ് ആദ്യം ചെയ്യുന്നത്. ഇപ്പം മറയൂര് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ആ ഒരു സ്ട്രക്ചറെ മാറിയിരിക്കുക. നമ്മളിപ്പോ മറയൂരിലെ സാധാരണ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം ചിന്തിച്ചാൽ പോരെ. ഇവിടേക്ക് നമ്മൾ സ്വാഗതം ചെയ്ത് നമ്മൾക്ക് വരുമാനം കൂട്ടുന്നതിന് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കഴിയുമ്പോൾ ഇവിടെ പ്രാഥമിക സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നാടിനെ ശപിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. മറയൂരിൽ ഒന്നും കാണാനില്ല, മറയൂരിൽ വേണ്ട സൗകര്യങ്ങളില്ല. അവര് എടുക്കുന്ന ഹോട്ടലിൽ മാത്രമാണ് അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതൊഴിച്ച് ഒരു പഞ്ചായത്ത് എന്ന രീതിയിൽ ടൂറിസത്തിനെ അഡാപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് കേപ്പബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ. അത് ശരി തന്നെ. എന്നാന്നറിയാം, ഈ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആളുകൾ, ഞാൻ പലതവണ പഞ്ചായത്തിൽ പോകുമ്പോൾ ഫണ്ട് കിട്ടുന്നില്ല, ഫണ്ട് കുറവാണ് എന്നാണ് അവർ പറയുന്നത്. അതൊരു വിഷയമല്ല. ഫണ്ടിൻ്റെ ഒരു കാര്യം, ഏത് സർക്കാർ വന്നാലും എല്ലാ പഞ്ചായത്തിനും കിട്ടുന്ന ഫണ്ടുകൾ കിട്ടും. ഫണ്ട് കൂടിയാലും കുറവായാലും നമ്മൾ ഇടുന്ന പ്രോജക്റ്റുകളാണ് ഏറ്റവും ഗുണമുള്ള പ്രോജക്റ്റുകളായിരിക്കണം. ആവശ്യമില്ലാത്ത പ്രോജക്റ്റുകൾ ചെയ്യണം. ആവശ്യമുള്ളതാണ് ജനങ്ങൾക്ക് 100% ആളുകൾക്ക് ഏതാണ് ഗുണകരമായിട്ടുള്ള പ്രോജക്റ്റോ അതാണ് വെക്കേണ്ടത്. ഇവിടെ കാണുന്നതല്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ വീട്ടിനകത്ത് ഒരു കാണാനും വേണം, ഇല്ല അവൻ്റെ വീട്ടിന് ഗുണം ചെയ്യുള്ളത് എന്തെങ്കിലും കാര്യം വേണ്ടി കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കി അവിടെ ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ചെയ്യുന്ന ചില പദ്ധതികൾ ചെയ്യാതെ പോകുന്നത്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ പറമ്പിനോടനുബന്ധിച്ച് റോഡ് ഇട്ടതായിട്ട് അറിയോ? പിന്നല്ലേ, ഇഷ്ടം പോലുണ്ട്. ഏത് റോഡുകളൊക്കെ? ഇഷ്ടം പോലുണ്ട്. അതിലൊക്കെ അത് വ്യക്തമായിട്ട് ഒരുപാട്. ഇന്നലെ നമ്മുടെ മേലാടിയില് നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള വ്യക്തി, അപ്പോൾ അവര് അവിടുത്തെ ഗ്രാമസഭയ്ക്കകത്ത് പ്രോജക്റ്റുകൾ ഉണ്ടാക്കി പാസ്സാക്കിയ ഒരു കനാൽ, കൃഷിക്കനാൽ, ആ കനാൽ അവിടെ നിന്ന് മാറ്റി അദ്ദേഹം സ്ഥാനം വിട്ടു പോകുന്നു എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് അദ്ദേഹം താമസിക്കുന്ന പുതിയൊരു വീട് കൊണ്ടുവയ്ക്കുന്ന അവിടെ കൊണ്ടുപോയി കനാൽ മാറ്റി അവിടെ കിട്ടി. ഒരു കൃഷിക്ക് ആവശ്യമില്ലാത്ത ഒരു കനാൽ, അവിടെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതിൻ്റെ ഉദ്ദേശം അതല്ല. അത് പറയുമ്പോൾ പലതും പറയും. ഇനിയിപ്പോ റോഡുകൾ അങ്ങനെ എന്റെ ശ്രദ്ധയിൽ കുറച്ച് റോഡുകൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ നമുക്ക് എവിടെ നിന്ന് വരികയാണെങ്കിലും ആ ടൗൺ വഴി ഇങ്ങനെ വരുമ്പോൾ, നമ്മൾ ഉടുമ്പൻപേട്ട വഴി വരുമ്പോൾ ഈ കാട്ടിലേക്ക് എന്തിനാണ് ഇത്രയും നല്ല ഭംഗിയുള്ള റോഡ് എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അത് പറയാം ഞാൻ. അതായത് ഇവിടുത്തെ പഞ്ചായത്തില് ജനപ്രതിനിധിയായിട്ടിരിക്കും ചില ആളുകൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി, കമ്മീഷൻ കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. എൻ്റെ പറമ്പിലേക്ക് എനിക്കൊരു 20 ഏക്കർ സ്ഥലമുണ്ട്. എനിക്ക് ഇവിടെ ഒരു കോൺക്രീറ്റ് റോഡ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ അവർക്ക് എൻ്റെ ഭൂമി അവിടെ കച്ചവടമായിരിക്കും. അതിൽ നിന്ന് ഒരു ലാഭം അവർക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് ആളുകൾ കിട്ടും. അങ്ങനെ അനധികൃതമായിട്ട് ഈ 5 വർഷത്തിനുള്ളിൽ മറയൂരിൽ ഒരുപാട് റോഡുകൾ വന്നിട്ടുണ്ട്. ഉണ്ട്. അതില് നിങ്ങൾ എന്താ പ്രതികരിച്ചില്ലേ? പ്രതികരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങൾ പലതവണ പഞ്ചായത്തിന്റെ നമുക്ക് ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത്, കൃഷി ഇല്ലാത്ത സ്ഥലത്ത് എന്തിന് റോഡ്? അതെ, നമ്മളൊരു പ്രദേശ പാർട്ടി എന്ന നിലയ്ക്ക് പഞ്ചായത്തിന്റെ മുമ്പ് സമരം ചെയ്യുക, അത് ചൂണ്ടിക്കാണിക്കുക, അത് വാർത്തയാക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് ചായ കുടിച്ച് നിങ്ങൾ നിങ്ങളുടെ പരിപാടി അവസാനിപ്പിക്കും. അങ്ങനൊന്നുമില്ല. ഫോളോ അപ്പ് വേണ്ടേ? അതെ, ഫോളോ അപ്പ് ഉണ്ട്. എന്നാ ഈ ജനങ്ങളാണ് ചിന്തിക്കുന്നത് ഇതിനകത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളിത് ചൂണ്ടിക്കാണി, ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ട ഇവിടുത്തെ മനുഷ്യര് ചിന്തിക്കുന്നുണ്ട്. എന്തിന് ഇത്തരം പദ്ധതികളൊന്നും ഇത് ചെയ്യേണ്ടത് പ്രതിപക്ഷമല്ലേ? ഇവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ പഞ്ചായത്ത് പിടിക്കാൻ പറ്റാത്ത? അല്ലല്ല, പ്രതികരിക്കുന്നുണ്ട്, നല്ലപോലെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ എന്നാ ഒരു മാറ്റം കൊടുക്കണം, മാറ്റത്തിലേക്ക് വരണം എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ജനങ്ങൾ വരുന്നില്ല. ഈ തവണ ഒന്നും വേണ്ട. ഈ കോൺഗ്രസിന്റെ ഭരണസമിതി ഇങ്ങനെയാണ്.
ഇത്ര വർഷം 30-40 വർഷമായിട്ട് ഭരിച്ചിട്ട് ഇവിടെ ഈ പഞ്ചായത്തിന് വലിയ ഗുണം പോലെ മേൽക്കൊയൊന്നും ഉണ്ടായിട്ടില്ല. നല്ല രീതിയിലായിട്ടുള്ള മാറട്ടെ. ഈ തവണ LDFന്റെ ഒരു ഭരണത്തിലേക്ക് കൊടുക്കാം. അവരെന്തു ചെയ്യും നമുക്കൊന്ന് പരിശോധിക്കാം, പരിശ്രമിക്കാന്ന് പറഞ്ഞ് അവരാരെങ്കിലും തയ്യാറാകുന്നില്ലല്ലോ. അങ്ങനെ ഒരു മാറ്റം ഈ തവണ തരുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെപ്പോലെ ജനപ്രതിനിധികളൊക്കെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ 100% മാറ്റത്തിലേക്ക് നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ആയിട്ട് ഈ പഞ്ചായത്ത് കൊണ്ടുപോകും. ഒരു മാറ്റവും. അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് ഇലക്ഷൻ 2025 നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷനിൽ CPM പാർട്ടി, LDF, CPI, നിങ്ങൾ ഘടകകക്ഷികളെല്ലാവരും കൂടി ചേർന്ന് എത്ര സീറ്റ് പിടിക്കും മറയൂർ പഞ്ചായത്തിൽ? ഈ തവണ എത്ര സീറ്റ് ഭരണം ഞങ്ങൾ പിടിക്കും? അല്ല, അത് എത്ര സീറ്റ് നമുക്കുള്ളത്? ഇപ്പൊ 14 സീറ്റും പിടിക്കും. 14 വാർഡാണ് നമുക്കുള്ളത്. 14 വാർഡും നിങ്ങൾ പിടിക്കുമെന്നാണോ പറയുന്നത്? ഇത്തവണയെങ്കിലും നിങ്ങൾ അതിന് തയ്യാറാണോ? കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ മാനസികമായി തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇരിക്കുവോ? ഇല്ല, തയ്യാറാണ്. ഈ തവണ ഞാനടക്കമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് മറയൂർ പഞ്ചായത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് നമ്മളെല്ലാം മത്സരിക്കുന്നത്. എന്നാൽ ജനങ്ങളും കൂടി ചിന്തിക്കണം. ജനങ്ങൾ കൂടി ചിന്തിച്ചു. ഞങ്ങൾ ഇത്തവണ അങ്ങനെ ചിന്തിച്ചു എന്ന് വിചാരിക്കും. മറയൂർ ചാനലിലെ പ്രേക്ഷകരെല്ലാവരും കൂടി നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ കണ്ട് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ ഈ പഞ്ചായത്തിന് നൽകും എന്ന വാഗ്ദാനം അവര് അഡ്മിറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇത്തവണ മറയൂർ പഞ്ചായത്ത് LDFന് ഭരണം ഏൽപ്പിക്കുകയാണെങ്കിൽ 14 സീറ്റ് നിങ്ങൾ പിടിക്കും എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്? പഞ്ചായത്ത് പ്രസിഡന്റ് ജയിക്കുന്ന ആളുകള് ഞങ്ങൾ തമ്മിലുള്ള മെമ്പർമാർ അല്ല, 14 പേരും ജയിച്ചു. അതെ. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും? അത് നമ്മൾ തീരുമാനിക്കുമല്ലോ. അവർ കുറച്ചുകൂടി മെച്ചൂരിറ്റിയുള്ള ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആകും. കുറച്ചുകൂടി ക്വാളിറ്റി മെച്ചൂരിറ്റി ഉണ്ട്. അപ്പൊ ധാരണകളൊന്നും ഇപ്പൊ ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ധാരണ ഉണ്ടാക്കണ്ടായിരുന്നോ? അതുണ്ടാകും. അത് ജയിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ചർച്ച ഉണ്ടാവുള്ളൂ. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചത് 11ാം വാർഡിലെ, അതായത് മേലാടി വാർഡിലത്തെ സ്ഥാനാർത്ഥിയായത് CPIയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന PS ശശികുമാർ അണ്ണനാണ്. ഇത്രയും നേരം മറയൂർ ചാനലിലെ പ്രേക്ഷകരോട് ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ആത്മസംയമനത്തോടു കൂടി കുറെ കാര്യങ്ങൾ അങ്ങ് ഹൈഡ് ചെയ്തത് കൊണ്ടാണ് ഓപ്പൺ അപ്പ് ആവാൻ പറ്റാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നല്ല രീതിയിൽ ഒരു നല്ല സംവാദം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ സാധിച്ചതിൽ അങ്ങയോടുള്ള ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ മറയൂർ ചാനലിന്റെയും എല്ലാ പ്രേക്ഷകരുടെയും ആശംസകളും അർപ്പിക്കുന്നു. ജയിച്ചു വരട്ടെ. ഓക്കെ, ഇനി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 40 വർഷക്കാലമായിട്ട് മറയൂർ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണസമിതിയാണ്. പക്ഷെ ഈ തവണ ഞാനടക്കമുള്ള LDFന്റെ 14 വാർഡുകളിലെയും LDFന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 14 വാർഡുകളിലും ജയിച്ച് ഭരണത്തിലേക്ക് വരുവാണെങ്കിൽ മറയൂർ പഞ്ചായത്തിന് ഒരു മാതൃകയായിട്ടുള്ള പഞ്ചായത്തായിട്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളുടെ ഒപ്പമായിട്ട് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. സത്യസന്ധമായിട്ട് അഴിമതിയില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഈ കൊണ്ടുപോകും. അതുകൊണ്ട് ദയവായിട്ട് നമ്മുടെ മറയൂർ പഞ്ചായത്തിലുള്ള എല്ലാ വോട്ടർമാരും അടുത്ത വർഷത്തിൻ്റെ LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് അരിവാൾ ചുറ്റിയൽ നക്ഷത്ര ചിഹ്നത്തിലും അതുപോലെ കതിരരുവാൾ ചിഹ്നത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കൊരു കറക്ഷൻ ഉണ്ട് അതിനകത്ത്. 14 വാർഡിൽ LDFന് ജയിക്കാൻ പറ്റില്ല. കാരണം അറിയോ? എന്ത്? ഒരു വാർഡിലുള്ളത് നോമിനേഷൻ തള്ളിപ്പോയി. അതുകൊണ്ട് 14 നടക്കില്ല എന്തായാലും. അതൊരു വ്യാമോഹമാണ്. 13നെ കുറിച്ച് ഇനി LDF ചിന്തിച്ചാൽ മതി. 13നെ കുറിച്ചുള്ള ചിന്തകൾ മതി, സ്വപ്നങ്ങൾ മതി. അവിടെ LDF ക്യാമ്പില് 14 വാർഡില് ഒരു നോമിനേഷൻ പിന്തള്ളിപ്പോയി. അവര് കൊടുത്ത സ്ഥാനാർത്ഥിയുടെ അതിനു മുൻപ് അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ കെയർ ഓഫില് നിന്ന് ഇലക്ഷന് മത്സരിക്കാനായിട്ട് നിന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം കണക്ക് ഇലക്ഷൻ കമ്മീഷനിലേക്ക് കൊടുത്തില്ല.
ആ കൊടുക്കാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിനെ അയോഗ്യനായി 2027 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇവര് കൊടുത്ത നേതാവിന്റെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയത്. അതുകൊണ്ട് 13 വാർഡുകളിലേക്ക് മത്സരം ഉള്ളൂ LDFന്. അപ്പൊ ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, മറയൂരിന് ഒരു ഭരണമാറ്റം ആവശ്യമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥികൾക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കാം. എല്ലാ നല്ല ഭാവുകങ്ങളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് മറയൂർ ചാനൽ വാർഡ് അറിയാം സ്ഥാനാർത്ഥി അറിയാം എന്ന പരിപാടിയെ ഇത്രയും നേരം സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.